നമസ്കാരം, ഞാൻ ഫിജി തോമസ്. കേരള വിഷൻ ന്യൂസ് ലൈവ് എത്തോണുമായി വരുന്ന 2 മണിക്കൂറിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ 2 ആഴ്ചത്തെ പരിശ്രമം ഫലം കണ്ടതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ് താറുമാറായ റോഡുകൾ അധികാരികൾക്ക് മുന്നിൽ കൊണ്ടുവരാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. അത്രയും അത് ഫലം കണ്ടിരിക്കുന്നു. ഏതൊക്കെ വാർത്തകളാണ് ഞങ്ങൾ ഈ നാളുകളിൽ അവതരിപ്പിച്ചത്, അതിനെന്ത് ഫലമുണ്ടായി, അതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ പ്രതിനിധികളും തത്സമയം നമ്മളോടൊപ്പം ചേരും. ഈ ലൈവത്തോൺ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് നിയന്ത്രിക്കുന്നത് നമിത നാരായണൻ, ആതിര ധർമ്മരാജ്, അനീഷ് വി, അർജുൻ ജയകുമാർ. സെൻട്രൽ ഡെസ്കിൽ നിന്നും വാർത്തകൾ എത്തിക്കുന്നത് ഭദ്രാചന്ദ്രൻ. എനിക്ക് മുന്നിൽ ക്യാമറ ചലിപ്പിക്കുന്നത് രവി മേനോൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 12 മണി വരെ ഈ ലൈവത്തോണിനൊപ്പം തുടരുക. നമുക്ക് തുടങ്ങാം. ഈ പരമ്പരയിലെ ഏറ്റവും അവസാനമായി എത്തിയ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. അത് പുതിയ റിപ്പോർട്ടുകളാണ്. ഇന്നാണ് ഈ റിപ്പോർട്ടുകൾ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനായി നമുക്ക് ആദ്യം കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിലെ ന്യൂ മാഹിയിലേക്ക് പോകാം. മാഹിയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ വില കുറഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ വാങ്ങാനാണ് എന്ന്. പക്ഷേ അല്ല. ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ ഗ്രാമീണ റോഡുകളെ കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണാനാണ്. ഗ്രാമീണ റോഡുകൾ നിറയെ കുഴിയാണ്. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി നടപ്പാക്കാനായി റോഡ് വെട്ടി കുഴിയെടുത്ത ശേഷം ശാസ്ത്രീയമായി മണ്ണിട്ട് മൂടാത്തതാണ് നാട് നീളെ റോഡിൽ കുഴികളും ചെളിയും നിറയാൻ കാരണമായത്. ന്യൂഹാമി പഞ്ചായത്തിൽ റോഡിലെ കുഴിയിൽ വീണ് വാഹനാപകടം ഉണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഞാൻ ഇവിടെയാ കണ്ണൂരേ, നമ്മളെ ന്യൂമാഹി പഞ്ചായത്ത് ഉണ്ടല്ലോ, അവിടെ വന്നിട്ടുള്ളേ. ഇത് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം. അയ്യോ, പക്ഷെ റോഡില്ല ഇവിടെ, മൊത്തം ചളിക്കുള. നടക്കാൻ വിചാരിച്ച് ഇതില്ല. ഇതാണ് അവസ്ഥ. ഞാൻ വിളിക്കാം. വീണ് പോയി കഴിഞ്ഞാൽ ചളിയില്ല. ഇതാണ് ന്യൂമാഹി പഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ. ജലജീവൻ മിഷന്റെ പ്രവൃത്തി തുടങ്ങിയത് മുതലാണ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാരുടെ നടുവൊടിയുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിന്റെയും പുതുച്ചേരിയുടെയും അതിർത്തി പ്രദേശമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇരുചക്ര വാഹനങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഗ്രാമീണ റോഡുകളിലെ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഒരു തുടർക്കഥയായിരിക്കുകയാണ്. ഈ കുഴികളിലൂടെ ഇരുചക്ര വാഹനത്തിലോ ഓട്ടോയിലോ കാറിലോ പോകാമെന്ന് കരുതിയാൽ നടുവേദന കാരണം ചികിത്സ തേടേണ്ട ഗതികേടിലാണ് പൊതുജനങ്ങളുള്ളത്. ഇനി കാൽനടയായി പോകാമെന്ന് കരുതിയാലും റോഡിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം നടക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥിതിയാണ്. ന്യൂമാഹി പഞ്ചായത്ത് സാംസ്കാരിക നിലയം ഈച്ചി റോഡിൽ കുഴികളില്ലാത്ത ഭാഗം കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസകരമാണ്. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പ്രവൃത്തി 6 മാസം മുൻപ് തുടങ്ങിയ മുതലാണ് ഈ ഗതികേടിന്റെ തുടക്കമെന്ന് പൊതുപ്രവർത്തകനായ NK സജീഷ് പറയുന്നു. ജലജീവൻ മിഷന്റെ പ്രവൃത്തി തുടങ്ങിയതോടുകൂടി നമുക്ക് ന്യൂമാഹിയിലെ ഒരു റോഡിലൂടെയും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. വാഹനം യാത്ര എന്ന് പറഞ്ഞാൽ ദുരിതമാണ്. ആരും തന്നെ വാഹനം ഇങ്ങോട്ട് വരാത്തൊരവസ്ഥയുണ്ട്. രോഗികളോ വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്ന വണ്ടികളോ ഈ പ്രദേശത്ത് വരാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. പലതവണ പഞ്ചായത്തുമായിട്ടും അതോടൊപ്പം തന്നെ ജലജീവൻ മിഷൻ്റെ അധികൃതരുമായിട്ടും ബന്ധപ്പെട്ടപ്പോൾ ഇപ്പം ശരിയാക്കാമെന്ന് പറയാമെന്നല്ലാതെ പ്രവൃത്തി തുടങ്ങുന്നതിൻ്റെ യാതൊരുവിധ ലക്ഷണവും കാണുന്നില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മീറ്റിങ്ങിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ജലജീവൻ മിഷൻ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പങ്കെടുത്തപ്പോൾ റീസ്റ്റോറേഷൻ സമയം തന്നെ അതാത് സമയത്ത് കുഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ റീസ്റ്റോറേഷൻ നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ, ന്യൂമാഹിയിലെ മുഴുവൻ റോഡുകളും ദുരിതപൂർണമാണ്, ആളുകളുടെ നടുവൊടിക്കുന്നതാണ്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ ദേഹത്ത് ചെളി പറ്റാതെ പോകാനാകാത്ത സ്ഥിതിയാണെന്ന് +2 വിദ്യാർത്ഥിയായ ശിവ അർജുന്റെ വാക്കുകൾ. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ ചളിയെല്ലാം ഇതാക്കി പോകുന്ന വണ്ടി എടുത്ത് പോകുന്നതാണെങ്കിൽ അതിലും കഷ്ടമാണ്. കുഴിയിലെല്ലാം വീണ് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ റൂട്ട് സഞ്ചരിക്കാനായിട്ട്. വീണിട്ടുണ്ട് ഒരുപാട് പേര്.
പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡുകളിലൂടെ ഓട്ടോ ഓടിച്ചാൽ കിട്ടുന്ന പണത്തേക്കാളേറെ വാഹനത്തിന്റെ തകരാർ നന്നാക്കാൻ കൊടുക്കേണ്ടി വരുന്ന ദുരിതത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്ന് കരുതി ഓട്ടോ സർവീസ് പലപ്പോഴും ഇവർ നിർത്തിവെക്കാറുണ്ട്. എന്നാൽ പരിചയക്കാരും അവശരായ മനുഷ്യരും വിളിക്കുമ്പോൾ ഗതികെട്ടായാലും ഓട്ടോ എടുത്തിറങ്ങുമെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഈ കല്ലാങ്ങാടി റോഡിന് ഇങ്ങോട്ട് കസ്റ്റമർ വിളിച്ചാൽ തന്നെ നമ്മൾ വരത്തില്ല. എന്താണെന്ന് അത്രയും കുണ്ടും കുയ്യാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പം വരാതിരുന്നതിന് അവർ കംപ്ലയിൻറ്റ് ചെയ്യും. പക്ഷേ അതിനെക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന പൈസ തന്നെ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തന്നെ പണിയുമില്ല, ഒന്നുമില്ല. ആ സ്ഥാനത്താണ് ഇവർ ഇങ്ങനത്തെ റോഡ് ഒന്നും ചെയ്യാത്തത്. ആഡംബരമായാലും ആരായാലും ഇവിടെ മണ്ണും ഒന്നും കൊണ്ടുവന്നിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ വിളിച്ചാൽ വണ്ടി പോകാറില്ല. സഹിച്ചുകൂടാനിട്ട് വരുന്ന നമുക്ക് വരാണ്ടിരുന്നൂടാ. എന്താ വെച്ചാൽ വീട്ടുകാർ വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളെ വിളിച്ചു കഴിഞ്ഞാൽ വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. തരിയാലമ്പോ ഇവിടെ എന്താ ഒന്ന് ഇത് പൈപ്പിട്ട കൊണ്ട് ആയതായത് നമുക്ക് നടന്നിട്ട് വരെ പോയിക്കൂടാ. ഇതാ പ്രശ്നമുള്ളത്. ഏത് ഭാഗത്തോട്ടിയാ പോണ്ടത് നോക്കൂ. കഴിഞ്ഞ ദിവസമാണ് ഒരു ലോഡ് കല്ല് കയറ്റി വന്ന ലോറി പെരിങ്ങാടി ഷിഫ ക്ലിനിക് റോഡിലെ ചെളിക്കുഴിയിൽ അകപ്പെട്ടത്. അത് നാട്ടുകാർ ചേർന്ന് റോഡരികിൽ കല്ലിറക്കിയാണ് ലോറി ചെളിക്കുഴിയിൽ നിന്നും കയറ്റിയത്. അതിന്റെ അവശേഷിപ്പായി ആ കല്ലുകൾ ഇപ്പോഴും അവിടെയുണ്ട്. പെരിങ്ങാടി മാങ്ങോട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞ ദിവസം സ്കൂൾ വാഹനമാണ് കുഴിയിൽ താഴ്ന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ മാങ്ങോട്ടുകാവിലേക്ക് ഭക്തർ എത്താതായെന്ന വിഷമം പങ്കുവെക്കുകയാണ് വിശ്വാസികൾ. മാങ്ങോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നിത്യം ഒരുപാട് ഭക്തന്മാർ വരുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം അമ്പലത്തിൽ ഒരാളും വരാൻ മടിക്കുന്നു. പൂണ്ടുപോയി. ഇതിൽ വണ്ടി പൂണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾക്ക് വളരെ ഇതുണ്ട്. പിന്നെ നിത്യം അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാനോ പൈസ പിന്നെ ഭക്തന്മാരുടെ കുറവ് കാരണം അതിന് സാധിക്കുന്നില്ല. ഈ റോഡ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചോളൂ. 38.53 കോടി രൂപ ചെലവഴിച്ച് 2534 കണക്ഷനുകളാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ന്യൂമാഹി പഞ്ചായത്തിൽ നൽകുന്നത്. ഈ പദ്ധതി പൂർത്തിയാകണമെങ്കിൽ ചുരുങ്ങിയത് 10 മാസമെങ്കിലും എടുക്കും. എന്നാൽ നല്ല രീതിയിൽ പൊതുജനം ഉപയോഗിച്ചിരുന്ന റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ കരാറുകാരൻ കാണിക്കുന്ന ആവേശം ആ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കാണിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. റോഡിലെ കുഴികളിൽ വീണ് നിരവധി പേർക്ക് ഗുരുതരമായും അല്ലാതെയും പരിക്കേറ്റു. ഇനിയും എത്ര പേർക്ക് പരിക്കേറ്റാലാണ് കരാറുകാരന്റെയും ജൽജീവൻ മിഷൻ അധികൃതരുടെയും ഹൃദയത്തിൽ മനുഷ്യത്വം പുലരുക എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ദുർഘടബാധകൾ താണ്ടിയുള്ള ന്യൂമാഹി പഞ്ചായത്തുകാരുടെ ഈ യാത്ര ഇനിയും എത്ര നാൾ തുടരേണ്ടി വരും? കൃത്യമായി ഉത്തരം പറയാൻ ജൽജീവൻ മിഷൻ അധികൃതർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർക്കോ സാധിക്കുന്നില്ല. ഇതിനൊരു കൃത്യമായ പരിഹാരമുണ്ടാകട്ടെ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. റിയാസ്, മാഹിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്തായാലും മാഹിയിലെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇതാണ്. അതിൻ്റെ നേർചിത്രമാണ് റിയാസ് അവിടെ നിന്നും പകർത്തി പ്രേക്ഷകർക്ക് മുന്നിൽ, അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. പക്ഷേ നഗരത്തിലെ റോഡുകളിലെ ഗ്രാമീണ റോഡുകൾ മികച്ചതാണെന്നാണ് മന്ത്രിമാർ വരെ പറയുന്നത്. പക്ഷേ അത് ഗ്രാമീണ റോഡുകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകൾ ഇതിനൊക്കെ നേരെ വിപരീതമായിരുന്നു. പരാതി പരിഹരിക്കാൻ ആരുമില്ലാതെ നരകയാത്ര നയിക്കുകയാണ് നമ്മുടെ ഗ്രാമീണവാസികൾ എന്നതുള്ളതാണ് വാസ്തവം. ദിനം പ്രതി അവർ യാത്ര ചെയ്യുന്ന പാതയിലൂടെ ദുരിതയാത്ര പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കേരള വിഷൻ. ശോചനീയ അവസ്ഥയിലുള്ള തലസ്ഥാന നഗരിയിലെ റോഡുകളെ തേടിയുള്ള യാത്ര തുടരുകയാണ്. ഞങ്ങൾ എത്തി നിൽക്കുന്നത് അരശുമൂട് കുഴിവിള റോഡാണ്. റോഡ് എന്ന് പറയുന്നതിൽ ടെക്നിക്കലി ഒരുപക്ഷെ എറർ ഉണ്ടാവാം. കാരണം ഇത് ഇപ്പോഴൊരു റോഡല്ല, റോഡ് ആയിരുന്നു. PWD റോഡാണ്. എന്താണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. അരശുമൂട് കുഴിവിള റോഡിന്റെ ശോച്യാവസ്ഥ നേരിട്ട് കണ്ടറിയാൻ ഇറങ്ങിയ ഞങ്ങൾ ആദ്യമൊന്ന് സംശയിച്ചു. നാട്ടിലെ ഒരു വീട്ടിൽ കയറി സംശയം തിരക്കി. റോഡ് ഇത് തന്നെ. കഴക്കൂട്ടം ബൈപ്പാസ് മാറി അരശുമൂട് കുഴിവിള റോഡിലേക്ക് കയറിയാൽ പിന്നെ ഏകദേശം 3.5-4 കിലോമീറ്ററോളം തോടും ചതുപ്പും കുന്നും കുഴിയും കടന്നൊരു സാഹസിക യാത്രയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നരകയാത്ര. 10 വർഷമായി
ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയുണ്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ വീഴുകയും കാലൊടിയുകയും എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് നമ്മൾ അവരുടെ അടുത്ത് ഭാരവാഹികളുടെ അടുത്ത് പറഞ്ഞാലും അവർ പറയും ഇന്ന് ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യുമെന്ന്. ആശുപത്രിയിൽ എന്നെ ഇപ്പം വീണ്ടും കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ജില്ലയിലെ IT നഗരത്തിനോട് ചേർന്നുള്ള ഒരു PWD റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു വശത്ത് വികസനവും വളരുന്ന ടെക്നോളജിയും വിളിച്ചോതി ടെക്നോ പാർക്കും ഇൻഫോസിസും ഉൾക്കൊള്ളുന്ന IT നഗരം ആകാശ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോൾ അതേ IT നഗരത്തിന്റെ മറുവശത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. വികസനത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ, ജീവിതങ്ങൾ. ഇന്നോ ഇന്നലെയോ പെയ്ത മഴയിൽ കെട്ടിനിൽക്കുന്ന വെള്ളമല്ലിത്. എല്ലായ്പ്പോഴും ഈ റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ്. കഴിഞ്ഞ 8 വർഷമായി റോഡ് തകർന്നു കിടക്കുന്നു. ഇതുവഴി ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ റോഡ് ആദ്യമായി നേരിട്ട് കാണുന്ന ഏതൊരാളും ഞെട്ടും. ഇന്ന് സൈക്കിളിൽ പോണമെങ്കിൽ പോലും നേരത്തെ ലൈഫ് ഇൻഷുറൻസ് മറ്റും എടുത്തു വെച്ചേക്കണം. ഒരു ഞാണിന്മേൻ കളിയാണ് ഇതിലൂടെയുള്ള യാത്ര. എനിക്ക് 2004 റവന്യൂ വകുപ്പിൽ ജോലി കിട്ടി. ഞാൻ അന്ന് കളക്ടറേറ്റിലായിരുന്നു. കളക്ടറേറ്റിൽ ഞാൻ പോയിരുന്നത് ഇവിടുന്ന് ഈ റൂട്ടിലുള്ള ബസ്സിൽ കയറിയായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ, നദിയാണ് റോഡിൽ കൂടെ. ഞങ്ങൾ ഇത്രയും വെള്ളത്തിൽ ഞാൻ നീന്തിയിട്ടുണ്ട് ഈ റോഡിൽ. MLA ഇവിടെ വന്ന് നോക്കിയതാണ്. MLA, കളക്ടർ എല്ലാവരും വന്നതാണ്. നിങ്ങൾ എന്താണെന്ന് ചെയ്തോളാന്നാണ് പറയുന്നത്. നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മൾ വെറും പൊതുജനല്ലേ, ഒക്കെ ചെയ്യാൻ പറ്റുന്നു. IT മേഖലയ്ക്ക് ചുറ്റുമുള്ള ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് 550ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇന്ന് പക്ഷേ റോഡ് ഭയന്ന് പലരും വീടുപേക്ഷിക്കുന്ന അവസ്ഥ. ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടും അധികാരികളുടെ അനാസ്ഥ ഉയർത്തിക്കാട്ടാൻ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. മലിനജല ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത ജോലികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. സ്കൂൾ ബസ്സോ ആംബുലൻസോ ഓട്ടോയോ പോയിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെ നടക്കാൻ പോലും കഴിയില്ല. രാത്രിയാണെങ്കിൽ ഒട്ടും പറ്റൂല. ഒരു ഓട്ടോ ഒരു ഇതിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് പിന്നെ അവിടെ നിന്ന് റോഡിൽ നിന്ന് ഇറങ്ങി തലേ ചുമന്ന് ഇങ്ങ് വീട്ടുകളിൽ കൊണ്ടുവരും. ഒരു ഓട്ടോ ഒരു ഇതിലേ വരില്ല. അത്ര ഒരു ബുദ്ധിമുട്ടാണ്. അറിയാതെ പോലും ആരും ഈ വഴി വരാതിരിക്കുന്നതിനു വേണ്ടി നാട്ടുകാർ തന്നെ സ്ഥാപിച്ചൊരു ബോർഡാണിത്. ഇവിടെ താമസിക്കുന്നവർ മനുഷ്യരാണ്. മൃഗങ്ങളോട് പോലും ഈ വിധം ക്രൂരത പാടില്ല. കണ്ണു തുറന്ന് കാണണം അധികൃതർ. വേണ്ടുന്ന നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകിക്കൂടാ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. കണ്ടോ, ഇതാണ് അവസ്ഥ. നമ്മുടെ തിരുവനന്തപുരത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥയാണ് അവിടെ നിന്ന് സൂര്യഗായത്രി നമുക്ക് പകർത്തി നൽകിയത്. അധികാരികൾ ഇത് ശ്രദ്ധിക്കട്ടെ, അവർ നടപടിയെടുക്കട്ടെ. ഈ പ്രദേശവാസികളൊക്കെ അവരുടെ പ്രതികരണം നടത്തുകയുണ്ടായി. നിസ്സഹായരാണവർ. എന്ത് ചെയ്യാൻ കഴിയും? പരാതി കൊടുക്കുന്നു, പ്രതിഷേധിക്കുന്നു, പക്ഷേ യാതൊരു ഫലവുമില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇതുപോലത്തെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ, പ്രദേശങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. നമ്മുടെ പ്രതിനിധികൾ ഇപ്പോൾ 3 പേർ സജ്ജമായിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രധാന നഗരങ്ങളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകാൻ. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, പരിചയപ്പെടാം. അതിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ തേടാം. ആദ്യം അവർ നമുക്ക് പരിചയപ്പെടും. അതിനുശേഷം അവർ നേരത്തെ നൽകിയ റിപ്പോർട്ട് നൽകും. അതിനുശേഷം അവർ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥയും തുടർന്ന് വിവരിക്കുന്നതായിരിക്കും. നമുക്ക് എബി ജോൺ തോമസിലേക്ക് പോകാം. ആദ്യം കൊച്ചിയിലേക്ക്, അതിനുശേഷം മേഘനയുണ്ട് കോഴിക്കോട്, സൂര്യഗായത്രിയുണ്ട് തിരുവനന്തപുരത്ത്. എബി സുഖമല്ലേ? എബി എവിടെയാണ് നിൽക്കുന്നത്? ഫിജി, ഇപ്പോൾ ഏറ്റവും അധികം നമ്മൾ കൊച്ചിയിൽ ഏറ്റവും അധികം പ്രശ്നം അനുഭവിക്കുന്ന അരൂര് തുറവൂര് എലിവേറ്റഡ് ഹൈവേ വരുന്ന ആ ഭാഗത്ത് ആണ് നമ്മൾ നിലവിലുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഇവിടെ നിന്നുള്ള വാർത്തകൾ തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ പ്രതിഷേധം ഉയരുന്നതിൽ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം കുറേ നാളുകളായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, കുറേ നാളുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ദുരിതയാത്രയുടെ ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ എലിവേറ്റഡ് ഹൈവേയുടെ ജോലി നടക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള മുൻകരുതലുകളും ഇല്ലാതെയായിരുന്നു ഈ എലിവേറ്റഡ് ഹൈവേയുടെ ജോലിയിലേക്ക് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും
ഈ ഒരു സംഭവം ഇന്നിപ്പോൾ ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കുകയാണ്. റോഡ് ഗതാഗത യോഗ്യമാക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള വികസന പരിപാടികളിലേക്ക് പോകേണ്ടതെന്നായിരുന്നു ഇവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് നടക്കാത്തൊരു സാഹചര്യമാണ്. ദുരിതയാത്ര തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാകും. ഓടകളുടെ സംവിധാനം കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല, റോഡ് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഈ ചെറിയ റോഡിലൂടെ കുണ്ടും കുഴിയുമായി നിറഞ്ഞ ഈ റോഡിലൂടെ വേണം അരൂര് മുതൽ തുറവൂര് വരെ ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള വലിയ നടപടികൾ അല്ലെങ്കിൽ യാത്രകൾ ഇവർക്ക് നടത്തേണ്ടിയിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ സ്ഥിരമായി തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഫലം കാണണമെന്ന് തന്നെയാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്തായാലും നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് തൊട്ടടുത്ത ദിവസം തന്നെ ആലപ്പുഴയിലെ കളക്ടർ ഇവിടെ വരികയും ഈ പ്രദേശം പരിശോധിക്കുകയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ ഉൾപ്പെടെ വരികയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നത് 3-ാം തീയതി മുതൽ 3 ദിവസം ഇത് അടച്ചിടുക, ഈ റോഡ് അടച്ചിട്ടതിന് ശേഷം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നായിരുന്നു. പക്ഷേ ഈ 3 ദിവസത്തിനുള്ളിൽ എത്രമാത്രം പരിപാടികളാണ് നടന്നിട്ടുള്ളത് എന്ന് അല്ലെങ്കിൽ എത്രമാത്രം നടപടികളാണ് നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഇവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഒരു തരത്തിലുള്ള നടപടികൾ ഈ 3 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഈ നടപടികൾ അത് പൂർത്തിയായെങ്കിൽ മാത്രം ഇതിലൂടെയുള്ള റോഡ് ഗതാഗതം എന്തായാലും കൃത്യമായ രീതിയിൽ സുഗമമായി തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ആ നിലയ്ക്കുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അവർ പ്രതിഷേധിക്കുകയാണ്. നമുക്കും അവരുടെ പ്രതിഷേധത്തിൽ പങ്കുചേരാം. നമുക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. കാരണം ഈ പാതയിലൂടെ കടന്നു പോകാത്തവർ ആരുമില്ല. ഞാനും കടന്നു പോയിട്ടുണ്ട്. വളരെ ദുഷ്കരമാണ് അവിടുത്തെ യാത്ര. അവർ പ്രതിഷേധിക്കുന്നതിൽ കൃത്യമായ കാരണമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം, സൂര്യഗായത്രിയിലേക്ക്. സൂര്യ നൽകിയ ഒരു റിപ്പോർട്ട്, ഗ്രാമീണ റോഡുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മളിപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യ എവിടെയാണ് നിൽക്കുന്നത്? ആ പ്രദേശത്തിന്റെ എന്ത് പ്രതിസന്ധിയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അതിലേക്ക് വിശദമായി എത്താം. അതിനു മുമ്പ് സൂര്യക്ക് എന്താണ് ഈ ഒരു ലൈവത്തോണിനെ കുറിച്ച് പറയാനുള്ളത്? ഫിജി, കഴിഞ്ഞ 2 ആഴ്ചയോളമായിട്ട് നമ്മൾ ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശരിക്കും റോഡുകളുടെ അവസ്ഥ ദുരിതമാണെന്ന് പറയുമ്പോഴും എന്താണ് ശരിക്കുമുള്ള അവസ്ഥ എന്ന് നാട്ടിലേക്ക് ഇറങ്ങി കാണാനും അതിലേക്ക് നടപടിയൊക്കെ എടുക്കുന്നതിലേക്ക് വാർത്ത ചെയ്യാനും കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു. അതേ തുടർന്ന് ഇന്നിപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ ക്യാമ്പയിനെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സിറ്റി പണികൾ നടക്കുന്നത് കൊണ്ട് നഗരത്തിലെ എന്തൊക്കെയാണ് ദുരിത കാഴ്ചകൾ എന്നൊക്കെ തന്നെ നേരത്തെ വാർത്തകൾ ചെയ്തതുകൊണ്ട് തന്നെ ഗ്രാമീണ പ്രദേശത്തെ റോഡുകളുടെ ദുരിതം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അത്തരത്തിൽ ഗ്രാമീണ പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ റോഡുകളും ദുരിത യാത്രയാണ്. എല്ലാ റോഡുകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. അതിലൂടെ യാത്ര വളരെ ദയനീയമാണ്. ദുരിതം നിറഞ്ഞ യാത്രയാണ് ജനങ്ങൾ നയിക്കുന്നത് എന്ന് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. നഗരപ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ആ റോഡുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വഴിയുമായിട്ട് ജനങ്ങൾ പൊരുത്തപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇപ്പോൾ കണ്ട അരശുമൂട് കുഴിവിള റോഡിന്റെ അവസ്ഥയായാലും ഏകദേശം 8 വർഷത്തോളമായി റോഡിന്റെ അവസ്ഥ അതേ നിലയിൽ തുടരുകയാണ്. ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്നുള്ള ഒരു പ്രതികരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നെടുക്കാൻ ശ്രമിക്കുമ്പോഴും അവർ ആ റോഡുമായിട്ട് പൊരുത്തപ്പെട്ടു. ഏകദേശം 8 വർഷത്തോളമായി ഈ റോഡിലൂടെ സഞ്ചരിച്ച് ഇതാണ് അവരുടെ റോഡ് എന്ന് അവർ തന്നെ മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഒരു ദുരിതമായ വിഷയമെന്ന് പറയുന്നത്. MLA വന്ന് കണ്ട റോഡാണ്, കളക്ടർ ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ട റോഡാണ്. എന്നിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ റോഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ റോഡ് നേരെയാക്കാൻ ആരും വരില്ല എന്ന് നാട്ടുകാർ തന്നെ സ്വയം വിശ്വസിപ്പിച്ച് അതിലൂടെ ദുരിതയാത്ര നയിക്കുന്നു, ജീവിതം നയിക്കുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ ഒരു വിഷയം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പേയാട് മലയൻകീഴ് റോഡിലാണ്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4.5 കിലോമീറ്ററോളം ഈ റോഡുണ്ട്. ഈ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും സൂര്യ, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓട്ടോറിക്ഷയൊക്കെ പിന്നിലൂടെ പോകുന്നുണ്ട്. അവിടെ വലിയ കുഴികൾ നിറഞ്ഞിരിക്കുന്നു. വാഹനങ്ങളൊക്കെ കുഴികൾക്ക് വഴിമാറി പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് വിശദമായി അതിലേക്ക് വരാം. എന്തായാലും തിരുവനന്തപുരത്തു നിന്നുള്ള വിശദമായ റിപ്പോർട്ടുകൾ സൂര്യ നമുക്ക് പറഞ്ഞു തരും. തിരുവനന്തപുരത്തെ അവസ്ഥ. മറ്റൊരു കാര്യം, ഈ നമ്മുടെ വാർത്ത നൽകിയ
അതിനുശേഷം ഈ ഒരു പരമ്പര ആരംഭിച്ച ശേഷം നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം റോഡിലെ കുഴികളെ കുറിച്ചുള്ള വിഷയം അവതരിപ്പിച്ചു. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കുഴികളിൽ അടിയന്തര പ്രമേയമായാണ് അവതരിപ്പിച്ചത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി റിയാസ് അറിയിച്ചത് ഇതൊക്കെ നമ്മുടെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ കുഴിയും കുണ്ടുമൊക്കെ ഉള്ളത് എന്നാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. മന്ത്രി, ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ, ഞങ്ങൾ ഈ അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലും ഒക്കെ കുണ്ടും കുഴിയുമാണ്. ഇത് മന്ത്രി ഈ റിപ്പോർട്ട് ഒന്ന് കണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ ലൈവത്തോൺ കണ്ടാൽ മന്ത്രിക്കും മനസ്സിലാകും. അങ്ങനെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണ് പ്രതിപക്ഷം, ഇറങ്ങിപ്പോയി. പക്ഷേ എന്ത് നടപടി എടുക്കും? ഇനി മഴ കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാകുമോ എന്നൊക്കെ ആശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ് ജനം. നേരത്തെ സൂര്യ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അരശുപുരത്തെ ആ ഒരു റിപ്പോർട്ട് കണ്ട ശേഷം മനസ്സിലാകുന്നത് അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്, നാട്ടുകാർ പറയാണ്, തങ്ങളുടെ റോഡ് ഇങ്ങനെയാണ്. അവർ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയാണ്. ഈ കുണ്ടും കുഴിയും ചേട്ടൻ പറഞ്ഞത് നദിയാണിത്, നദി. റോഡ് കാണിച്ചിട്ട് പറയാം ഇത് നദിയാണെന്ന്. അപ്പോൾ അത്തരത്തിൽ അവർ മനസ്സിൽ പറഞ്ഞ് പതിപ്പിക്കുകയാണ്, ഞങ്ങളുടെ റോഡ് ഇങ്ങനെ നദിയാണ്, ഇത് ശരിയാവില്ല, ഒരു കാലത്തും ശരിയാവില്ല എന്ന്. കാരണം അവർക്കൊരു പ്രതീക്ഷയുമില്ല ഇത് ശരിയാവുമെന്ന്. പിന്നെ അവർ അത് വിശ്വസിച്ച് അതിലൂടെ ഉൾക്കൊണ്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഇതാണ് അവസ്ഥ. നമുക്ക് കോഴിക്കോട്ടേക്കാണ് പോകുന്നത്, മേഘനയിലേക്ക് പോകുന്നു. മേഘന ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കേരള ന്യൂസ് ലൈവത്തോൺ വന്നതിന് ശേഷം വലിയ താരമായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മേഘന ആരാണ് എന്ന് പരിചയപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫുട്ടേജ് ഉണ്ട്, ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് മേഘനയിലേക്ക് എത്താം. ഇതാണ് മേഘന അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങിന് ശ്രമിച്ചപ്പോൾ പറ്റിയ കാര്യം. എന്തായാലും തലനാരിഴയ്ക്കാണ് മേഘന അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ബസ്സുകളും വാഹനങ്ങളും ഒക്കെ ചീറിപ്പായുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എത്ര സാഹസികമായാണ് പ്രേക്ഷകർക്ക് മുന്നിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് മനസ്സിലാവും. മേഘന, എന്തു തോന്നുന്നു ഇപ്പോൾ? മേഘന നിൽക്കുന്നത് ആ വഴിയിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ ഒന്ന് പറയാനുള്ളത്? ഫിജി, തുടക്കത്തിലെ തന്ന പരിചയപ്പെടുത്തലിന് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോഴും അതേ സ്ഥലത്ത്, അതായത് നമ്മൾ മുന്നേ കണ്ട ദൃശ്യങ്ങളിലുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ തവണ തുടർച്ചയായി എന്നാവാ കുഴിയടക്കാം എന്ന പരമ്പരയിലൂടെ തുടർച്ചയായി വാർത്ത നൽകിയ ഒരു സ്ഥലമാണിത്. ഇത് ബാലുശ്ശേരിയെ ബന്ധിപ്പിക്കുന്ന മാളിക്കടവ് തണ്ണീർപ്പന്തൽ പുതിയങ്ങാടി റോഡാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടർച്ചയായി എന്നാവാ കുഴിയടക്കാം എന്ന പരമ്പരയിലൂടെ വാർത്ത നൽകിയത്. ഇതിൽ നമ്മുടെ ഒരു പരമ്പരയുടെ തുടക്കം തന്നെ ഈ ഒരു വാർത്തയിലൂടെയായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിൽ നമ്മൾ വെറുതെ വാർത്ത കൊടുത്തു പോവുക എന്നതിനപ്പുറത്തേക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇവിടുത്തെ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത. അതിൽ പരിഹാരമുണ്ടായി എന്നുള്ളത് കേരള വിഷന്റെ ഭാഗമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വലിയ ഒരു അഭിമാനമുണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, ഇത് കുഴിയാണോ അല്ല റോഡാണോ എന്നതിൽ വലിയ സംശയമുണ്ട്. ഇതിൽ ഇവിടെ സാധാരണക്കാർ, പൊതുജനങ്ങളടക്കം ദിവസേന യാത്ര ചെയ്യുന്ന റോഡാണിത്. പക്ഷെ ഇവിടെ ഒന്ന് കാൽനട യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഒരു 2 വാഹനം അടുപ്പിച്ച് വന്നാൽ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ എന്ന് പറയുന്നത് വളരെ ദുസ്സഹമാണ്. ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. ഇനിയൊരു വാഹനം വന്നാൽ നമുക്ക് കാൽനട യാത്രക്കാർക്ക് ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നമ്മളിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചു മുന്നേ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു ചേട്ടൻ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അതായത് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലൂടെയുള്ള ബസ്സിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. ഹൃദയം അവരുടെ കയ്യിൽ കൊടുത്ത്, ബസ്സുകാരുടെ അടക്കം കയ്യിൽ കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യണം. തിരിച്ചിറങ്ങുമ്പോൾ ആ ഹൃദയം വാങ്ങി തിരിച്ചു വരാം. അങ്ങനെയുള്ള രീതിക്കാണ്, അത്രയധികം മരണ പോരാട്ടമാണ് ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് അടക്കം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം ഇവിടെ കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് IIT അടക്കം
അടക്കമുള്ള MSS ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നിലനിൽക്കുന്ന ഭാഗമാണിത്. ഇവിടത്തേക്ക് വിദ്യാർത്ഥികളടക്കം കാൽനട യാത്രക്കാരെ അടക്കം പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇങ്ങനൊരു ദുരിതം എന്നുള്ളത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി ഇവിടെ എത്തിയതും ഇതിലൂടെയുള്ള യാത്രക്കാർ തന്നെ നമ്മളെ വിളിച്ചറിയിച്ചതിന്റെ ഒരു അതിലൂടെയാണ് നമ്മൾ ഇവിടെ വാർത്ത ചെയ്യാൻ എത്തുന്നതും. എന്നാൽ വാർത്ത ചെയ്യാൻ ഇവിടെ എത്തിയപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് വന്ന് ഒരു നേരനുഭവം, അതായത് നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ബസ് കടന്നു പോകുന്നതടക്കം എന്തൊരു കഷ്ടപ്പാടാണ് ഇതിലൂടെ ഒരു യാത്രക്കാർക്ക് അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാർക്ക് അടക്കം എന്ന് നോക്കണം. അത് കുറച്ച് ബസ്സിന്റെ വേഗതയടക്കം കൂടുമ്പോൾ ഒരു മരണപ്പാച്ചിൽ കൂടി ആകുമ്പോൾ പിന്നെ അതൊരു കൊലക്കളമായി ഇവിടെ മാറും, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കൊരു ദുരിതം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറും. എന്നാൽ നമുക്ക് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വാർത്ത ചെയ്യുന്നതിന്റെ ലക്ഷ്യം. അതും ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു റോഡിന്റെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് 53 ലക്ഷം രൂപയാണ് അധികാരികൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ ഭരണാനുമതി എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് പോകാം, വിശദമായി അതിലേക്ക് പോകാം അല്പസമയത്തിനകം. മേഘനയിലേക്ക് നമുക്ക് അതിലേക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് മേഘനയോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. മേഘന, ഇതിപ്പോൾ മേഘന ബസ് വരുന്നു, ചാടി രക്ഷപ്പെടുന്നു, അല്പം ചെളിയൊക്കെ ദേഹത്ത് പറ്റുന്നു, ഒരു രക്ഷപ്പെടലായിരുന്നു അത്. നമുക്കത് ഞാൻ നേരത്തെ നമ്മൾ ആ വിഷ്വൽ ഇപ്പോൾ കാണിച്ചല്ലോ, പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ആ വിഷ്വൽ ഒരിക്കൽ കൂടി കാണാം. മേഘന, എത്ര ലൈക്ക് അല്ലെങ്കിൽ എത്ര മില്യൺ ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ടുണ്ട്? മേഘനയിലേക്ക് പോകാം. എവിടെ മേഘന? എവിടെ? 90 ലക്ഷം. ഓക്കെ, മേഘനയെ കാണാം, പറഞ്ഞോളൂ. ഫിജി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ 90 ലക്ഷം ആൾക്കാരാണ് നമ്മുടെ ആ വീഡിയോ കേരള വിഷൻ ന്യൂസിലൂടെ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 9 മില്യൺ ആൾക്കാർ ഈ ഒരു വീഡിയോ, ഈ ഒരു റോഡിന്റെ ദുരിതം റിപ്പോർട്ട് ചെയ്ത ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും, അതായത് ലോകത്തിലെ തന്നെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, വിവിധ ഇടങ്ങളിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 90 ലക്ഷം ആൾക്കാരാണ് ഈ ഒരു ദൃശ്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ദുരിതമടക്കം റിപ്പോർട്ടർ മാധ്യമപ്രവർത്തകരായി ഇവിടെ റോഡിലേക്ക് ഇറങ്ങി ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതമടക്കം 90 ലക്ഷം ആൾക്കാർ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആഘോഷിക്കേണ്ട ഒരു 90 ലക്ഷമാണോ എന്നുള്ളതിൽ സംശയമുണ്ട് ഫിജി. കാരണം അതിൽ തന്നെ പല വിമർശനങ്ങളും ഉണ്ടാകുന്നു, പലതരത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലേക്ക് വരെ ആൾക്കാർ അതിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതൊക്കെ നമ്മൾ അത് ഒരു വിലയിരുത്തലിന് വേണ്ടി അംഗീകരിക്കുകയും ചെയ്യുന്നു. അതായത് അത് വിലയിരുത്തേണ്ട വിഷയങ്ങളാണ്, ഏതൊക്കെ തരത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ 90 ലക്ഷം ആൾക്കാർ ഈ ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അരമണിക്കൂറായി ഈ ഒരു ലൈവത്തോണിന് വേണ്ടി നമ്മൾ അരമണിക്കൂറായി ഈ പ്രദേശത്തെത്തിയിട്ട് ഇവിടെ നിന്ന് തന്നെ ആ വീഡിയോയിലൂടെ നമ്മളെ കണ്ട് പരിചയപ്പെട്ട് ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നു, ഇതിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നു എന്നുള്ള കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ നമ്മൾ അരമണിക്കൂറായി ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഇവിടെ നമ്മൾ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഇതേ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് കൂടി ഉള്ളതാണ്. ഇത് വെറുതെ ഒരു റിപ്പോർട്ടർമാരുടെ മാത്രം അനുഭവമല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ ക്യാമറമാൻ അന്ന് സജി തറയിലായിരുന്നു. സജി തറയിൽ ആ ഒരു ദൃശ്യം പകർത്തുന്നു. ആ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് ആയതുകൊണ്ട് മാത്രം ഒരു ഉദാഹരണമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റി. പക്ഷേ ഇത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ വിഷയമാണ്. സ്കൂൾ കുട്ടികളടക്കം ഈ കുഴിയിൽ വീണ് അപകടം പറ്റിയിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാർക്ക് ഈ ഒരു ഇവിടെ ആക്സിഡന്റ് പറ്റിയ നിരവധി കേസുകളുണ്ട്. അങ്ങനെ ഇതിൽ നമുക്കൊരു ഉദാഹരണമായിട്ട് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. 90 ലക്ഷം ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ദൃശ്യം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായി തന്നെ കണക്കാക്കുന്നു. അതിൽ തന്നെ പലയിടത്തുമുള്ള കേരളത്തിലെ തന്നെയല്ല, കേരളത്തിനകത്തും പുറത്തുമുള്ള പല ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും അതിൽ പ്രതികരിച്ചുകൊണ്ട്, പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അടക്കം അതിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു വാർത്ത നമ്മൾ എടുക്കുന്നു, ആ വാർത്ത
അതിലൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ആ വാർത്ത എടുക്കുന്നു. അത് ഉദ്ദേശ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ്. ഈ വാർത്ത തന്നെയാണ് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അടക്കം കണ്ടതും മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടതും ഒക്കെ ഈ വാർത്തയാണ്. ഈ വാർത്തയിലൂടെയാണ് ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ലോകത്തിലെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതിൽ ആ വീഡിയോയിലൂടെ പല വിമർശനങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അവിടെ പിന്തുണച്ചുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു റിപ്പോർട്ടറുടെ ഒരു അവസ്ഥ മാത്രമല്ല, കേരള വിഷനിലെ ഒരു റിപ്പോർട്ടറുടെ അവസ്ഥയല്ല, മറിച്ച് പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഈ ഒരു വിഷയം അനുഭവിക്കുന്നു. ദേശീയപാതയുടെ കൂടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ഒരു ബദൽ സംവിധാനം അതായത് 2 വാഹനങ്ങൾ അടുപ്പിച്ച് വരുമ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബസ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. ഇതിലൂടെ ഇനി ഒരാൾ കാൽനട യാത്രക്കാരായി പോകുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്റെ അവസ്ഥ, അന്നുണ്ടായ ഒരു അവസ്ഥ, ഞാൻ കഷ്ടിച്ചൊന്ന് ചാടിയത് കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റി. പക്ഷെ ഇങ്ങനെ ചാടാൻ പറ്റാത്ത പലരും ഉണ്ടാകും. അവർക്ക് ഈ ഒരു ബസിന്റെ അടിയിലായി പോകുന്ന ഒരു സാഹചര്യം. എൻ്റെ ഒരു വീട്ടിൽ നിന്നൊക്കെ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ ആവലാതി ഉണ്ടായി. ഈ ആവലാതി തന്നെയാണ് ഇവിടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നവർക്കും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ. തീർച്ചയായും മേഘന അങ്ങനെ ചാടി രക്ഷപ്പെട്ടു, അതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി. നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ വാഹനങ്ങളിലൊക്കെ കുതിച്ചു പായുന്നതൊക്കെ വലിയ പ്രശ്നമായി മാറുന്നുണ്ട് മേഘന. മറ്റൊരു കാര്യം മേഘന, ഈ ഞാൻ ശ്രദ്ധിച്ചു, ഈ 90 ലക്ഷം പേര് പറഞ്ഞു, പലരും നന്നായി റിപ്പോർട്ടിനെ അംഗീകരിച്ച് നല്ലതാണ് എന്ന് പറഞ്ഞു, ഇത്തരം റിപ്പോർട്ടുകൾ വേണം എന്ന് പറഞ്ഞു, ജനശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞു. മറുവശത്ത് ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായി, സ്വാഭാവികം. പക്ഷേ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചത്, ആശങ്കപ്പെടുത്തിയത് മേഘന, ഈ വളരെ മോശമായ കമന്റുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കുഴിയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ. ഈ റിപ്പോർട്ടർ ഇപ്പോൾ കുഴിയിൽ പോയതിനെ ഞാനതൊന്നും പറയുന്നില്ല, അത് വളരെ മോശമാണ്. ഇങ്ങനെയൊന്നും ഒരു കമന്റും ഒരാളും ഇടരുത് സോഷ്യൽ മീഡിയയിൽ. അതും ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി എന്നേ പറയാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഈ നെഗറ്റീവ് കമന്റുകൾ ആഘോഷിക്കുന്നവരുണ്ടാവും, പക്ഷേ നമ്മൾക്ക് ഈ നെഗറ്റീവ് കമന്റുകളിലൊന്നും വലിയ ആഘോഷം തോന്നുന്നില്ല, സത്യം പറയാണ് പ്രേക്ഷകരെ. എന്തായാലും മേഘനയ്ക്ക് എന്താണ് തോന്നുന്നത് ഈ വളരെ മോശപ്പെട്ട ഈ കമന്റുകൾ വായിച്ചപ്പോൾ? ഫിജി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ആഘോഷിക്കേണ്ട ഒരു 90 ലക്ഷമാണോ ഇത് എന്നത് വലിയ സംശയം ഉണ്ടാക്കുന്നുണ്ട്. സൈബർ ബുള്ളിങ് അടക്കം വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഒരു മാധ്യമ പ്രവർത്തകയായി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു അധിക്ഷേപം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. നമ്മൾ ഈ ഒരു റോഡിന്റെ ഒരു പരമ്പരയ്ക്ക് ശേഷം അടുത്തതായി ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വിഷയം, പരമ്പരയാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സൈബർ ബുള്ളിങ് എന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം ഈ ഒരു 90 ലക്ഷം ആൾക്കാർ, അതിലധികം കമന്റുകൾ, ഷെയറുകൾ, ഇതിലൊക്കെ ഉണ്ടാകുന്നത് ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ അധിക്ഷേപിക്കപ്പെടുന്നത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് ഏതൊക്കെ തരത്തിലാണെങ്കിലും ജനങ്ങൾ അതിന് എതിരഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലും അത് പറയേണ്ട ഒരു രീതിയും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല. ഇത് എന്റെ അനുഭവം മാത്രമല്ല, പല മാധ്യമ പ്രവർത്തകർക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ ഈ ഒരു ദുരനുഭവം നേരിട്ടവരായിരിക്കും. ആ ഒരു തരത്തിൽ തന്നെയാണ് ഈ ഒരു കമന്റുകളെയും ഒക്കെ കാണുന്നത്. അവർ വിമർശിക്കുന്നത് ഈ റോഡിലെ കുഴിയോ അല്ലെങ്കിൽ നമ്മൾ മാധ്യമ പ്രവർത്തനം ചെയ്ത രീതിയോ ഒന്നുമല്ല, മറിച്ച് ഒരു സ്ത്രീയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീയുടെ ശരീരമടക്കമുള്ളവ, അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെ സംസാരിക്കുന്നു, സ്ത്രീ എന്ത് വസ്ത്രം ധരിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം വിശകലനത്തിന് അടിസ്ഥാനമാക്കുമ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് അപലപിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് അടുത്ത പരമ്പരയായി ഈ സൈബർ ബുള്ളിങ്, കഴിഞ്ഞ ദിവസമാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായത്. നമുക്ക് ഇതിനൊക്കെ നേരിടാനും മനക്കെട്ടിയും ഉണ്ട് എന്ന് പറയാം. പക്ഷേ അതിന് പാകതയില്ലാത്ത ആൾക്കാരെ കൂടെ നമ്മുടെ സമൂഹത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിമർശിക്കേണ്ടതായ രീതിയുണ്ട്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ അടക്കം അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ട്, നമ്മുടെ മാധ്യമപ്രവർത്തന രീതിയെ അധിക്ഷേപിച്ചുകൊണ്ട്, സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്വത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വിമർശനമായിരുന്നു അതിലുണ്ടായത്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഒരിക്കലും ആ ഒരു രീതിക്ക് സോഷ്യൽ മീഡിയ മാറാൻ പാടില്ല. അതായത് 90 ലക്ഷം ആൾക്കാർ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കണ്ടു, ഏത് തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ വിലയിരുത്തി എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഫിജി.
തീർച്ചയായും മേഘന ചർച്ച ചെയ്യപ്പെടേണ്ടത് തിരുത്തേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു കാണുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും വാർത്തകൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഇതുപോലുള്ള ദൃശ്യങ്ങൾ കാണുന്നവർ അതിന്റെ പോസിറ്റീവ് വശം മാത്രം ചിന്തിക്കണം എന്നും പറയാനൊന്നും ഞങ്ങൾക്ക് അവകാശമില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ മോശം കമന്റുകൾ ഇട്ട് പരസ്യ പ്രതികരണം നടത്തുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് പറയാനുള്ളത്. എന്നാലും മേഘന ആ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവിടെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 53 ലക്ഷം രൂപയാണ് ആ റോഡിന് വകയിരുത്തിയത്. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ അവിടെ കേസെടുത്തു. എങ്ങനെയുണ്ട് കേരള വിഷന്റെ വാർത്താ പരമ്പരയുടെ ഇമ്പാക്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും മേഘനയ്ക്ക് ഒരു കയ്യടി നമുക്ക് നൽകിയേക്കാം. മേഘന, ഞാൻ തിരിച്ചെത്താം. നമുക്ക് ആ റോഡിലെ പ്രശ്നങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട്. അതിലെ ബസ്സിന്റെ സ്പീഡ്, മറ്റു കാര്യങ്ങൾ പറയാനുണ്ട്. ബസ്സിന്റെ സ്പീഡ് പറഞ്ഞപ്പോഴാണ് മേഘന ഇടിക്കാൻ വന്ന വണ്ടിയുടെ പേര് ഹെവൻ എന്നാണ്. ഇത്ര ചീറിപ്പാഞ്ഞു പോയി കുഴിയിൽ ചാടിച്ച് പാഞ്ഞു പോകുന്ന, അപകടമുണ്ടാക്കുന്ന രീതിയിൽ പാഞ്ഞു പോകുന്ന ബസ്സിന്റെ പേരാണത്രേ ഹെവൻ. കോഴിക്കോട്ട് നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ നിന്ന് എബി നമുക്ക് ലൈവ് തന്നു. അവിടുത്തെ വൈറ്റിൽ ആലപ്പുഴ റൂട്ടിലെ പാതയിലെ പ്രശ്നങ്ങൾ, അവിടെ പ്രതിഷേധ ജാഥയൊക്കെ നടക്കുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എബി ഇത് സംബന്ധിച്ച്, ഈ റോഡിനെ സംബന്ധിച്ച് നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ വരുന്നത്. അവിടെ ഒരു ജനകീയ കൂട്ടായ്മയൊക്കെ ഉയർന്നു വന്നു അതിനെ തുടർന്ന്. പിന്നെ പെട്ടെന്ന് ആ റോഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഒരു ശ്രമങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ അതും താറുമാറായി എന്നുള്ളതാണ് വാസ്തവം. അതിലേക്ക് എത്താം, വിശദമായി എത്താം. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടു നോക്കാം. വൈറ്റ് ആലപ്പുഴ റൂട്ടിലെ യാത്ര എങ്ങനെ നരകതുല്യമായിരുന്നു എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുകയാണ്. എലിവേറ്റഡ് ഹൈവേ ഉയരപ്പാത പണി നടക്കും. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഈ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അതൊന്നും നല്ല കാര്യമാണ്, അതിനൊന്നും എതിർക്കല്ല. പക്ഷെ ഇതിനൊരു സമാന്തര സംവിധാനം വേണ്ടേ? അതിലിപ്പോ ഈ ദേശീയപാതയിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ്, ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. ഇവക്കൊക്കെ ഒരു ക്രമീകരണം നൽകിയിട്ട് പോരെ ഈ ഒരു പാതയൊക്കെ നന്നാക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദേശീയപാതയിൽ ഏറ്റവും തിരക്കുള്ള ഈ എറണാകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള അല്പം ഭാഗം പിന്നിടണമെങ്കിൽ നമുക്കറിയാം മണിക്കൂറുകൾ വേണ്ടി വരും. വെള്ളക്കെട്ടും കുഴിയും എല്ലാം കൊണ്ടും ദുരിതം. വൈറ്റിലിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്നവർക്ക് ഈ ദുരിത വഴി താണ്ടാതെ പോകാൻ കഴിയില്ല. കാലങ്ങളായി ഈ കിടപ്പ് തന്നെയാണ്. ഒരു തരത്തിലുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയുടെ അവസ്ഥയാണിത്. രണ്ടു വരിപ്പാതയുടെ ഇരുവശങ്ങളിലുമുള്ള ചെറിയ സൗകര്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയത്. ചെളിക്കുളമായ വഴിയിലൂടെ നടന്നതിന്റെ ദുരിതാനുഭവങ്ങൾ നിരവധിയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഒരു ദിവസം തീറ്റി അങ്ങോട്ട് വീണ്. പിന്നെ അതുവഴി ഞാൻ കട തുറന്നിട്ട് അവനെ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയി ഷർട്ടും മുണ്ടും മാറി രണ്ടാമത് അങ്ങനെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഞാനിവിടെ വീണതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആളോട് പറയാൻ കാശ് മേടിച്ച് ഇവന്മാരൊക്കെ കാശ് മേടിച്ചെടുത്ത് മൂഞ്ചി തീനും കഴിഞ്ഞിട്ടാണ് ഈ റോഡ് ഇങ്ങനെ നിർത്തും. രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിനെതിരെ തന്നെയാണ് വിമർശനത്തിന്റെ ചൂണ്ടുവിരൽ ഏറെയും നീളുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരാൾ ഇതിനെതിരെ ഒരു കൊടി പിടിച്ച എന്തെങ്കിലും ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ഒരുപാട് സ്കൂളിലെ മക്കളാണ് ഈ പോകുന്നത്. ഒത്തിരി സ്കൂളുണ്ട്, നമ്മൾ ഈ പോണ വഴി ക്ലിനിക്ക് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവരൊക്കെ ചെളി ചവിട്ടിയാണ് ഇത് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കാർ പോകുന്ന ഇതിൽ കൂടി പോകണുണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി അവർ പോകുന്നതൊക്കെ ഈ AC കാറിലിരുന്ന് ചെളി ചവിട്ടുന്നില്ല, ഒന്നുമില്ല. ഒരു കാര്യം കാണില്ല. നമ്മൾ ഡെയിലി പോകുമ്പോൾ കാണുന്നത് കുഞ്ഞു മക്കള് ഷൂ ഇട്ട് പോകുന്ന പോലെയാണ് ചെളിയിൽ ചവിട്ടി ഫുള്ള് ചെളി കാല് മൊത്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ കണ്ണടക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഒരു അപകടവും ഒരു മരണമൊക്കെ വരുമ്പോഴാണ് ഇവരൊന്ന് മറ്റേ മാലാകമാരെ പോലെ വരുന്നത്. അതൊരു പ്രഹസനം പോലെ എന്തെങ്കിലും കാണിക്കും, അവരങ്ങ് പോവും. കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും മാത്രമല്ല ഈ ദുരിതം അനുഭവിക്കുന്നത്. അയ്യോ കച്ചവടം വളരെ പ്രശ്നം. ഞങ്ങളിത് കൂട്ടാൻ പോയിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ എത്രയോ രൂപയുടെ ഇതാണ് അവിടെ ഇരിക്കണെന്നറിയോ? ഇപ്പൊ എത്ര നേരം കഴിഞ്ഞാണ് ഈ ഒരു വണ്ടിക്ക് നിർത്തിയേക്കണത്? എല്ലാവരും ഇതിന്റെ ഉള്ളിൽ കൂടിയാ പോകുന്നത്. കുഴികളിലും വെള്ളക്കെട്ടിലും വീണ് അപകടങ്ങളും പതിവ്. എലിവേറ്റഡ് ഹൈവേക്ക് എതിരല്ല,
മറിച്ച് ഒരു വശത്ത് വികസനം വരുമ്പോൾ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിന് ഭംഗം വരാതെ നോക്കണമെന്നത് അടിസ്ഥാന തത്വമാണ്. അതാണ് ഇവിടെ പ്രാവർത്തികമാകാതെ പോയത്. കുഴിയെണ്ണി പരിഹാരം കാണുന്ന അധികാരികളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: എന്നാ വാ കുഴി അടയ്ക്കാം. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം എബിറ്റോ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. എബി കെ തോമസ് തത്സമയം ചേരുകയാണ്. ആ പാതയിൽ നിന്നും, അരൂർ പാതയിൽ നിന്നും ചേരുകയാണ്. എബി, അവിടുത്തെ ജനങ്ങളോട്, നാട്ടുകാരോട് പറഞ്ഞേക്കൂ, നമ്മളിവിടെ കേരള വിഷൻ ന്യൂസ് എന്ന കുഴിയടയ്ക്കാം പരമ്പരയിൽ ഇപ്പോൾ മാരത്തൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈവത്തോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയൂ. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണ്, അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്, നമുക്ക് കഴിയും വിധം എന്ന് അവരോട് പറയൂ. എന്താണ് എബിക്ക് അവിടെ നിന്ന് പറയാനുള്ളത്, അവർക്ക് പറയാനുള്ളത്? ഫിജി, എന്തായാലും നമ്മൾ അന്ന് കൊടുത്ത റിപ്പോർട്ട്, അതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇവിടെ അമിക്കസ് ക്യൂറി വരുന്നു, കളക്ടർ വരുന്നു, തുടങ്ങിയിട്ടുള്ള നടപടികളെല്ലാം വന്നു. അതിനുശേഷം ഈ പാത 3 ദിവസം അടച്ചിട്ട് ഇവിടെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തീരുമാനമായി. ആ കോൺക്രീറ്റ് നടപടികളൊക്കെ ഏതാണ്ട് ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ചെയ്തു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഇവിടെ ഈ നിലയ്ക്ക് പോലും നമുക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. ഒരു തൊട്ട് പുറകു വശത്താണ് നമ്മുടെ വണ്ടി പോലും താഴ്ന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു ദിവസമാണെങ്കിൽ 2 ദിവസമൊക്കെ ആയിരിക്കും ഇത് നേരിട്ട് അനുഭവിക്കുക. പക്ഷേ കാലങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് നമുക്കിപ്പോൾ ചുറ്റും നമ്മുടെ കൂടെയുള്ളത്. എന്തായാലും ഈ പണി നടത്തി ഇതെല്ലാം ഏതാണ്ടൊക്കെ ഒരു നടക്കാറായിട്ടുള്ള ഒരവസ്ഥയിൽ, പക്ഷേ ഇവർക്ക് ഇനിയും പറയാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ്. അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. നമുക്ക് അതിനുശേഷം ബാക്കി വിഷയങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇതിപ്പോൾ നന്നാക്കി വരികയാണല്ലോ. പക്ഷേ ഈ നന്നാക്കി തുടങ്ങിയ അവസ്ഥയിലാണ് വീണ്ടും അവിടെ കുഴിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അത് ഞങ്ങൾ ഇവിടെ വരെ 44-50 വർഷം ഇവിടെ കച്ചവടമായിട്ടിരിക്കുന്നവരാണ്. ഇന്ന് വരെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങേറ്റം അരൂർ പാലം കഴിഞ്ഞ പിള്ളേരെല്ലാം വണ്ടിയെല്ലാം നല്ല സുഗമമായിട്ട് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. ഈ കോൺട്രാക്ടർമാരുടെ പാർട്ടി ആദ്യം ചെയ്യേണ്ട റോഡ് ശരിയാക്കിയിട്ട് വേണം ഇത് ചെയ്യേണ്ടായിരുന്നു. ഇവർ റോഡ് ഇങ്ങനെ ഈ പരിപാടി ചെയ്തിട്ട് കംപ്ലീറ്റ് ഇന്നത്തെ അവസ്ഥ ഒന്ന് പെട്രോൾ പമ്പിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കുണ്ടും കുഴിയും തറ. എത്രയോ കുട്ടികളാണ് ഇവിടെ ചെളിയിൽ ചവിട്ടാണ്ട് സ്കൂളിൽ കയറാൻ പറ്റുന്നില്ല. അമ്പലത്തിലെ ഈ ദേവാലയങ്ങളിലപ്പോൾ ആർക്കും പറ്റുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ പണികാർക്ക് പോലും ഒന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ നാട്ടിൽ ഇത്രയും ദുരിതം ഒരു സംഭവം എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്താണ് ഇതിന്റെ സംഭവം. ഞാൻ പറഞ്ഞില്ല, ഇത്രയും 50 വർഷത്തിനിടക്ക് ഇതുപോലെ ഒരു, അതായത് ഹൈവേ അപ്പുറത്തെ അരൂർ പാലം കഴിഞ്ഞാൽ പിന്നെ ആരും സന്തോഷമായി വണ്ടി ഇനി പോകാം, മനസ്സമാധാനം. ഇന്ന് ആ സ്ഥാനത്ത് അരൂക്കുറ്റി വഴിയും ഒക്കെ എൻ്റെ ഒരു പണികാരത്തി വന്ന മേനശാരിക്കാരത്തിയാണ്. അപ്പറേ കൂടി വരണം, ഇപ്പറേ കൂടി വണ്ടി അതിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പോൾ എത്രയും മാത്രം ദുരിതം, ഇതുപോലെ ദുരിതം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾ പറയും ഇവർ 50, ഞാൻ 44 വർഷം ഇവിടെ ഇരിക്കണം, ഇതുപോലെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭയങ്കരമായ ദുരിതം. ഇപ്പം ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ചക്കൻ വണ്ടിയായിട്ട് അറിയാൻ പാടില്ല, കുഴി കിടക്കണ കാണുന്നില്ല, വണ്ടി ലോഡും വണ്ടിയാണ് പച്ചക്കറി. ഉടനെ മറിഞ്ഞപ്പുറത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ പയ്യനായതുകൊണ്ട് അവൻ ഇങ്ങനെ പൊങ്ങിപ്പോന്നു. ഒരുത്തനെ ഉടനെ ആശുപത്രി കൊണ്ടുപോയി. അതൊരു തണ്ണിക്കായിട്ട് വന്ന് 2 പേര് മരിച്ചു അല്ലേ? 2 പേരാണ് അവിടെ ഇടിച്ച് മരിച്ചത്. 2 പേരെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല ഇവർ ഇത് വെച്ചേക്കണം. ഒരു ലൈറ്റ് പോലും ഇല്ല. ഓടി അവർ തമിഴ്നാട്ടിൽ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം എത്ര കടകൾ ഇവിടെ ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും അടച്ചിട്ടേക്കാണ്. കാരണം നമ്മൾ ഈ ചെള്ളയാണ്, വേറെ ഇവരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിന് സംഭവിച്ചേക്കുന്നത്. അല്ലാണ്ട് സർക്കാർ കാരണം സർക്കാരൊക്കെ നല്ല റോഡ് ഇവിടെ ഉണ്ട്. ഹൈവേ എന്ന് പറഞ്ഞ് പവിത്രമായ റോഡായിരുന്നു. ഇത് നശിപ്പിച്ച ഇവരാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ആരും പ്രതികരിക്കാനില്ല. ഉടനെ ഒന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ജനങ്ങളാണ് ഇപ്പോൾ സംഘടിച്ചത്. ഇത് കണ്ട ആ വരുന്ന ജാഥയെ കണ്ട ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല. ജനങ്ങൾ പ്രതികരിക്കാൻ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അവനവരുടെ മക്കൾക്ക് ജീവിക്കണ്ടേ ഇവിടെ. അതുകൊണ്ട് പ്രതികരിക്കാണ് കാണുന്നത്. ഇത്രയും ഒരു ഇത് ഞാൻ പറയാം, ഞങ്ങളുടെ ഇത്രയും വർഷത്തിലുള്ള ജീവിതം ആദ്യത്തെ അനുഭവം. ഇതൊരു ഇങ്ങനൊരു ലോകത്ത് കാണിയല്ലോ ഇതുപോലൊരു അനുഭവം. പറയാം. അതായത് ഈ വർക്ക് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പക്ഷെ അതിന് മുമ്പ് അവർ ചെയ്യേണ്ട കാര്യമൊന്നും ഈ അപ്രോച്ച് റോഡ് ശരിയാക്കേണ്ടതായിരുന്നു. കാണ ക്ലീൻ ചെയ്യണം. കാണ കോരാൻ തന്നെ വർഷകാലത്താണ്. വർഷകാലത്ത് ഒരു നെറ്റുവട്ടം കൊണ്ട് മണ്ണ് കോരി എന്തോരം കിട്ടുമെന്ന് കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം. അത് കോരി അവിടെ തന്നെ വിട്ടിട്ട് പോകും. അത് വീണ്ടും അതിലേക്ക് ഇറങ്ങി ഇവിടെ വെള്ളം നിറയും. അത് മറ്റൊരു കാര്യം. പിന്നെ ഇത്രയും പ്രക്ഷോഭണമൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ, പിന്നെ ജനങ്ങളൊക്കെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ അവരെല്ലാവരും കൂടി വന്നിട്ട് ഇതൊരു തീരുമാനം, കലക്ടർ ഉൾപ്പെടെ വന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഈ റോഡ് ശരിയാക്കാൻ തീരുമാനം. ഈ റോഡ് ശരിയാക്കിയിട്ട് 5 ദിവസമേ ഉള്ളൂ. അതുവരെ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റിക്കാർ നിലവിലുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് കൊണ്ടുവരും. അവരാരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം. ഇപ്പം അത് ശരിയായി കഴിഞ്ഞപ്പോൾ വെട്ടിപ്പൊളിക്കാനായിട്ട് വന്നിരിക്കണം. സ്കൂളിൽ പോണ പിള്ളേരൊക്കെ അലച്ചു വീണിട്ട് ചെളിയാട് കൂടി വീട്ടിൽ അല്പസമയം ഞാൻ പെട്ടെന്ന് തിരിച്ചെത്താം. നമ്മുടെ MLA ദലീമ ജോജോ നമ്മോടൊപ്പം ചേരുന്നു. അരൂരിലെ കാര്യം സംസാരിക്കാൻ, അവിടുത്തെ പ്രശ്നങ്ങൾ അറിയിക്കാൻ. ശ്രീമതി ദലീമ,
വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. അവിടെ ഞങ്ങൾ ഈ വാർത്ത നൽകുമ്പോൾ അവിടെ പ്രതിഷേധം നടക്കുകയാണ്, ജനങ്ങളുടെ കൂട്ടായ്മ പ്രതിഷേധിക്കുകയാണ്. അവിടുന്ന് തത്സമയ വിവരങ്ങൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശ്രീമതി ദലീമയും വിളിച്ചത്. ഞാൻ കണ്ടിരുന്നു നിയമസഭയിൽ താങ്കൾ അവതരിപ്പിച്ച ആ ഒരു റിപ്പോർട്ട് പ്രസ്താവന ഞാൻ കണ്ടിരുന്നു. വളരെ അതിൽ അഭിനന്ദിക്കുന്നു, പുകഴ്ത്തുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ അരൂരിലെ വാസികൾ അല്ലെങ്കിൽ ആ ഹൈവേയിലൂടെ പോകുന്നവർ നേരിടുന്നത്? ഹലോ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരമേ. ഞാൻ വളരെയധികം വിഷമിക്കുകയാണ്. കാരണം ഈ അരൂർ മേൽപ്പാലത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തുടക്കം മുതൽ നമ്മൾ പല മീറ്റിങ്ങുകളിലും വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ ഈ മീറ്റിങ്ങുകളിലെല്ലാം ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താത്ത വിധത്തിലാണ് ഈ മേൽപ്പാലത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് റോഡുകൾ വളരെയധികം ദുർഘടം പിടിച്ച റോഡുകളായിട്ട് മാറുകയും മനുഷ്യർക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിലാവുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ദിവസം പറയും. നമ്മളെല്ലാ DDC മീറ്റിങ്ങുകളിലും നമ്മൾ പങ്കെടുത്തു. അന്ന് ബഹുമാനപ്പെട്ട ആരിഫ് MP ഉണ്ട്, അന്ന് അദ്ദേഹം MP ആയിരുന്നു, അദ്ദേഹം ഉണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ നിരന്തരം ഈ ഉദ്യോഗസ്ഥരെ കളക്ടറിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗിൽ നിരന്തരം നമ്മൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും അവരോട് ഇത് നിങ്ങൾ തുടക്കം തന്നെ പിന്നെ അതിന് പാരലായിട്ടുള്ള റോഡ് ക്ലിയർ ചെയ്ത് കാണുകയും ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഈ പണി നടത്താൻ പാടുള്ളൂ എന്ന് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞാണ്. പക്ഷേ വലിയ എന്താ പറയുക അവഗണനയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിതാണ്. നമുക്ക് MLAക്ക് നമ്മുടെ സംസ്ഥാനത്തിനും അതിൽ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. കാരണം PWD റോഡുകളെല്ലാം നമ്മൾ നല്ല മെച്ചമായിട്ടുള്ള നിലയിലാണ് നമ്മൾ പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റോഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് അരൂര് മുതൽ തുറവൂരുള്ള മനുഷ്യർക്ക് എലിവേറ്റഡ് ഹൈവേ വരുന്നതിനനുസരിച്ച് രണ്ട് സൈഡിലും സ്ഥലമെടുപ്പോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന വിധത്തിലോ ഒന്നും തന്നെ പോയില്ല. കാരണം അവിടെ സ്ഥലമെടുത്തില്ല. നടുക്കുകൂടെ ഈ എലിവേറ്റഡ് പാത വരുന്നതുകൊണ്ട് ഇരു സൈഡിലുള്ള മനുഷ്യർക്ക് 5 പൈസ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടത് എൻ്റെ ഈ മണ്ഡലത്തിലുള്ള ഈ അരൂര് മുതൽ തുറവൂര് വരെയുള്ള പ്രദേശത്തുള്ള പാവപ്പെട്ട മനുഷ്യരാണ്. നടക്കുന്ന മനുഷ്യർ ചെളി കുത്തിയിട്ട്, കാരണം ഇവരെ ഡ്രഡ്ജ് ചെയ്യുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ നിന്നുള്ള ചെളിയും മണലും കൂടെ കുഴഞ്ഞിട്ട് മനുഷ്യർ വീഴുകയാണ്. എത്ര അപകടങ്ങളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഇടപെടലായിരുന്നു നമ്മളുടെ എന്താ പറയുക സബ്മിഷനിലൂടെ അവതരിപ്പിച്ചത്. കാരണം അത്രയേറെ വേദനിക്കുന്നു. നമ്മളിത് ആഗ്രഹിക്കുന്നു. നമുക്ക് ടൂറിസവും നമ്മളുടെ വളർച്ചയും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ നാടിന്റെ വളർച്ച വളരെ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന തരത്തിലോട്ട് പോകുമ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു തരത്തിലും ഇത് എന്താ പറയുക ഇതിന്റെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ ദുരിതപ്പെട്ട് മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ജനങ്ങളില്ലാതെ നമുക്ക് എന്ത് വികസനം? അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നമുക്ക് വികസനം വേണം. നമുക്ക് ടൂറിസം വളരണം, നമ്മുടെ നാട് വളരണം, എല്ലാം വളരണം. കേരളം എന്താ പറയുക മറ്റ് രാജ്യങ്ങൾ പോലെയൊക്കെ കേരളം ആവണം. പക്ഷേ അത് ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് നമ്മൾ ഒരു ജനപ്രതിനിധിയും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് നടപടി പല പ്രാവശ്യം എടുത്തു. ഇപ്പോ നമ്മുടെ കളക്ടർ വന്നു, ആ ഭാഗമൊക്കെ സന്ദർശിച്ചു. ഇപ്പോഴും അവിടെ കുഴികൾ മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അതല്ല, നമുക്ക് ഈ റോഡ് തന്നെ കംപ്ലീറ്റ് പാരലായിട്ട് അതിന് മറ്റു വാഹനങ്ങൾക്ക് ഓടുവാനുള്ള സംവിധാനം നന്നായിട്ട് തന്നെ പോകണമെന്ന് തന്നെയാണ്. നടപ്പാത ഗംഭീരമാക്കണം. പക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ അത് ഞാനിപ്പോ ഇന്നലെയും ഇവിടെ കൂടെ കടന്നു വരുമ്പോൾ കണ്ടത് കുറച്ച് ഭാഗം മാത്രമാണ് തേച്ച് വയ്ക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അത് പറ്റത്തില്ല എന്നുള്ള നടപടിയിലേക്ക്, ഇനി അടുത്ത നടപടിയിലേക്ക് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത എതിർപ്പുണ്ട്. കാരണം ജനങ്ങൾ അറിയിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവിടെ എനിക്ക് ഇത്രയും കാലം ജീവിതം ഉണ്ടായി. പക്ഷേ 20-25 വയസ്സുള്ള കുട്ടികൾ വന്ന് വെള്ളത്തിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു, മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റൂ ഇത്? അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പൊ നിയന്ത്രണം. ഇപ്പോൾ എന്ത് നമ്മൾ ഈ പ്രതിഷേധമെല്ലാം കണ്ടു, നിയമസഭയിൽ താങ്കൾ സബ്മിഷൻ അവതരിപ്പിച്ചു, അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്ന ജനങ്ങളോട്, ഇപ്പോൾ എനിക്കറിയാം MLAയുടെ വീടും പരിസരവും എനിക്കറിയാം, തൊട്ടടുത്താണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ജനങ്ങൾ ഇപ്പോൾ ആ അരൂർ ദേശീയപാതയ്ക്ക് നടുവിലൂടെ അവർ പ്രതിഷേധിക്കുകയാണ്. അത് കാണാൻ കഴിയും. നമുക്ക് എന്ത് പറയാൻ കഴിയും? ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെയുണ്ട്. ഈ പ്രതിഷേധിക്കുന്ന ജനങ്ങളോട് നമുക്ക് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും? MLA എന്ന രീതിയിൽ എന്താണ് അവരോട് പറയാൻ കഴിയുക? ഒരു പരിഹാര മാർഗം?
നമ്മൾക്ക് എത്ര വന്നാലും ഈ പ്രതിഷേധം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിന് നമുക്ക് അതായത് നമുക്ക് പണി നടക്കാതെ ഇത് ഇവിടെ തന്നെ ഇടാൻ സാധിക്കത്തില്ലല്ലോ. ഇതിപ്പോ കോടതിയും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് പണി നടത്താത്ത വിധത്തിൽ നമുക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ സബ്മിഷനിലൂടെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം സപ്പോർട്ടായിട്ടാണ് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും നമ്മളുടെ ഈ വികസനം നാടിന് എന്ന് വെച്ചാൽ നമ്മൾ തടസ്സപ്പെടുത്താത്ത വിധത്തില് നമുക്ക് ഇവര് കൃത്യമായിട്ട് ചെയ്യുന്ന വിധത്തിൽ ജനങ്ങളുടെ ആ ഒരു പരാതിക്കൊപ്പം തന്നെ ഞാനും ഉണ്ട്. എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഒപ്പത്തിനൊപ്പം ഉണ്ട്. അപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത, എനിക്ക് ഇച്ചിരി വയ്യാതിരിക്കുന്നതുകൊണ്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ട് മുന്നിൽ. എത്ര വന്നാലും ഇതിന്റെ പണി നന്നായിട്ട് തന്നെ നടന്നു പോകണം. ജനങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാത്ത വിധത്തിൽ ഇത് മുന്നോട്ട് പോകണം. ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ന്യായമായ അവകാശമാണ്. ആ അവകാശത്തിനൊപ്പം തന്നെയാണ് ഓരോ ജനപ്രതിനിധി നിലകൊള്ളുന്നത്. ഏതായാലും നിങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീമതി ദലീമ ജോജോ MLA നമ്മോടൊപ്പം ചേർന്നത്. അരൂർ MLA ആണ് നമ്മോടൊപ്പം ചേർന്ന. ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. എബിയിലേക്ക് വരികയാണ്. എബി, MLA ദലീമയാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. അവരും നിസ്സഹായമാണ്. കാരണം ഇത് ദേശീയപാതയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അവരാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നു, ഈ പ്രതിഷേധം ഉണ്ടാക്കുന്നു, അവർ താൽക്കാലികമായി പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഈ ജനങ്ങളോട്, പ്രതിഷേധിക്കുന്നവരോട് MLAക്ക് പറയാനുള്ളത് അവരുടെ കൂടെയുണ്ട്, അവരുണ്ട് എന്നാണ് പറയുന്നത്. അവർ സബ്മിഷൻ അവതരിപ്പിച്ചു, അത്തരത്തിൽ ഈ ഒരു നീക്കമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? അവർക്ക് ഈ നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ് എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എബി, ഫിജി, ഈ കുറേ നാളുകളായി തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞ് പകുതിക്ക് വെച്ചൊരു കാര്യത്തിന്റെ ബാക്കി കൂടെ കേട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് ആളുകൾ പ്രതിഷേധക്കാരുണ്ട്. നമുക്ക് അതിലേക്ക് കൂടെ വരേണ്ടതുണ്ട്. എന്തായാലും ആ പറഞ്ഞു വെച്ച അവസാനം നമുക്കൊന്ന് മുഴുവിപ്പിക്കാം. പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ ഈ ഉയരപ്പാത വരുന്നത് കൊണ്ടോ വികസനം വന്നുകൊണ്ടോ ആർക്കും എതിരില്ല. പക്ഷെ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആകരുതെന്ന് മാത്രമുള്ള അപേക്ഷയുള്ളൂ. മറിച്ച് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 ദിവസമേ ഉള്ളൂ. ഈ 5 ദിവസത്തിന് മുമ്പ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്ന് വരണ്ട ഇലക്ട്രിസിറ്റിക്കാർ അരൂരുണ്ട്. അവർക്കിത് ചെയ്യാമായിരുന്നു. ഇപ്പം ഈ വെട്ടിപ്പൊളിക്കണത് അവർക്ക് അന്നേരം ചെയ്യാമായിരുന്നു. ഈ റോഡ് ശരിയാക്കിയതിന് ശേഷം അവർ വന്നേച്ചും വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. ഇനി അവിടം വെച്ച് പിന്നെയും പോവുകയാണ് ഈ കാണുന്നത്. വീണ്ടും ദുരിതത്തിലാകുകയാണ് ചെയ്ത്. ഈ ചെയ്ത പണി പാഴാകുകയാണ് ചെയ്ത്. അതുപോലെ തന്നെ കാണാൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്. വെള്ളത്തിയിട്ട് കോരിയിട്ടൊന്നുമില്ല. കാരണം വെള്ളത്തിയിട്ട് നെറ്റ് കൊണ്ട് കോരിയ എന്തോരം മണ്ണ് കിട്ടുമെന്ന് നമുക്കറിയാം. കൊച്ചു പിള്ളേർക്ക് പോലും പറയും. അതൊക്കെ കോരി തന്നെ വക്കേ വെച്ചിരിക്കണം. അടുത്ത മഴക്കത് താഴ്ത്താട്ട് വീണ്ടും വരും. ഒരു തുള്ളി വെള്ളം പോലെ പാലം വരെയുള്ള കാണേണ്ടത്. അത് ക്ലിയർ ആക്കാത്ത കാര്യത്തോളം കാര്യം ഇത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഇത് ആദ്യം അവർ ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും ഇതിന്റെ കോൺട്രാക്ടർമാരാണെങ്കിലും ആരാണെങ്കിലും അതുകൂടി ചെയ്തിട്ട് വേണമായിരുന്നു തുടങ്ങിയതിന് ശേഷം ഈ അപ്രോച്ച് റോഡ് ശരിയാക്കിയിട്ട് വേണമായിരുന്നു ഇപ്പോൾ തുടങ്ങാൻ. അപ്പം ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇന്നാളൊരു കുട്ടി വന്ന് വെള്ളത്തിൽ വീട്ടേ ഒരു 10-16 വയസ്സുള്ളത് ഫംഗ്ഷന് പോകാൻ വേണ്ടി വന്നാണ്. നനഞ്ഞു കുതിർന്ന് ഈ അഴുക്കുമായിട്ട് കടയുടെ ഇവിടെ വന്നപ്പോൾ കട ഞാൻ തുറന്നിട്ടുണ്ട്. ചേട്ടാ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പോകാൻ പറ്റില്ല, വീട്ടിലോട്ടെങ്കിലും പോകണമല്ലോ, ഇത് കണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാളോടെ നെല്ല് വെള്ളം കോരിത്തരാം, സോപ്പും തരാം, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല, ഇവിടെ കുളിമുറിയൊന്നുമില്ല. അതാ വെള്ളം കോരി കൊടുത്തുകൊണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുത്ത് ആ വെള്ളം മേത്തൊഴിച്ച് കഴുകിയച്ചും ടാങ്ക്, ഞാൻ പറഞ്ഞു ടാങ്ക് എന്ന് പറയട്ടെ, ഇത്ര ചെയ്യാൻ ഉപകാരപ്പെട്ടല്ലെന്നും പറഞ്ഞ് അതിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇത്രയും വലിയ കാര്യം ഉണ്ടായിട്ട് പോലും ഇവിടെ അധികാരികളോ ആരോ MLA-മാരോ MP-മാരോ ആരും ഇത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. തീർച്ചയായും ഇതിനപ്പുറത്തേക്ക് വലിയ ഒരു പ്രതിഷേധം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഗതികെട്ടിട്ടാണ്, അതായത് ഇതിനകത്തൊരു ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സംഭവമല്ല, ഇത് ജനകീയ പ്രക്ഷോഭമാണ്. ജനങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെയുള്ള നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ കഴിഞ്ഞ 3 ദിവസമെങ്കിലും ഇത് അടച്ചിട്ടിട്ട് ഇത്രയും ഭാഗമെങ്കിലും കോൺക്രീറ്റ് നടപടിയിലേക്കെങ്കിലും വന്നിട്ടുള്ളത്. പക്ഷേ അതൊരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് പണി ഏതാണ്ട് പൂർത്തിയാക്കിയ നിലയ്ക്കുള്ള വാർത്തകളൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും അത് ആ നിലയ്ക്കല്ല. അത് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പൂർത്തിയായിട്ടില്ല ഒരു തരത്തിലും. ഈ കുഴികളടക്കൽ ചില കണ്ണിൽ പൊടിയിലായിട്ടുള്ള ചില പരിപാടികൾ മാത്രമാണ് നടന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഇവരുടെ പ്രതികരണം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് ജനങ്ങളുടെ തീരാ ദുരിതത്തിലാക്കിക്കൊണ്ട് തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇവിടെയുള്ള ഒരു 10ഓളം സ്കൂളുകൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കരാറുകാരുടെ ഈ അനാസക്കെതിരെ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവരെന്ത് പിഴച്ചിട്ടാണ് അവർ ഈ ദുരിതം അനുഭവിക്കേണ്ടത്? ഒരു യാത്രക്കാരന് നടന്നു പോകാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ മീഡിയക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു യാത്രക്കാരൻ നടന്നു പോകാനുള്ള സൗകര്യം പോലും ഇവരിപ്പോൾ പുനർനിർമ്മാണം ചെയ്തു എന്ന് അവകാശപ്പെട്ടിട്ട് പോലും അവർ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം
ഇവരെ ഇവിടുന്ന് ടാങ്കർ ലോറിക്ക് അടിച്ചു റോഡ് നനയ്ക്കുന്ന വേജന കുറച്ച് ദൂരത്തേക്ക് മാറിയ ടാങ്കർ ലോറിയുടെ ലോക്ക് ഓണാക്കിയിട്ട് ആ വെള്ളം റോഡിലേക്ക് ഒഴിച്ച് റോഡ് നനച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളെ സത്യം പറഞ്ഞാൽ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ചെളിവെള്ളം ഇവിടെ നിന്ന് ചെളിവെള്ളം കോരിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ റോഡിൽ ആനയുണ്ട്. ഈ റോഡ് ആദ്യം ഇവർ ഉയരപ്പാതയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സർവീസ് റോഡ് ക്ലിയർ ചെയ്തിട്ട് വേണമായിരുന്നു ഇവർ ഈ ഉയരപ്പാതയുമായിട്ട് വരാനായിട്ട്. ഇവിടെ ഈ കെട്ടിക്കിടക്കുന്ന ചെളികൾ നിങ്ങൾക്കറിയാം, ഇതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. മഴ പെയ്യുമ്പോൾ ഈ ചെളികളെല്ലാം ഒഴുകി റോഡിലേക്കും റോഡിന്റെ സൈഡിൽ സ്ഥാപിച്ചിട്ടുള്ള കാണയിലേക്കും വരുന്നത്. ഈ ചെളി വന്ന് ഇവിടുത്തെ കാണകൾ മൂടിപ്പോയി. രണ്ടാമത് ഇവർ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കാണ ക്ലീൻ ചെയ്തു. കാണ ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ഇവിടെ വീണ്ടും മഴ പെയ്തപ്പോൾ വെള്ളം എന്ത് ചെയ്തു, ഇവർ നേരെ പമ്പ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മോട്ടോർ വെച്ചിട്ട് ഇപ്പോഴും കാണയിലേക്കാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർവീസ് റോഡുകൾ ജനങ്ങൾക്ക് സഞ്ചാരം യോഗ്യമാക്കിക്കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇനി സമ്മതിക്കൂ എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി ബുധനാഴ്ച 10-ാം തീയതി സംയുക്ത റെസിഡൻസ് അസോസിയേഷനും ഇവിടുത്തെ വ്യാപാരി സമൂഹങ്ങളും ജനകീയ സമിതിയും ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുസമൂഹവും എല്ലാം കൂടി ഒത്തുചേർന്നുണ്ട് ഇവരുടെ പണികൾ സ്തംഭിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നടത്താവുള്ളൂ. അദ്ദേഹം പറഞ്ഞ മാതിരി 6 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ മാത്രമേ നിർമ്മാണം നടത്താവുള്ളൂ എന്നത് ഉൾപ്പെടെ. പിന്നെ അതേപോലെ തന്നെ ഈ പകൽ സമയങ്ങളിൽ ഇവരുടെ വലിയ വലിയ മെഷീനറികൾ റോഡിലേക്ക് ഇറക്കി റോഡ് തടസ്സപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ട്. ഒന്നാമത് ജനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് വരുന്ന ഈ സമയത്ത് അവരുടെ മെഷീനറി കൂടി റോഡിലേക്ക് ഇറക്കി 1 മണിക്കൂർ 2 മണിക്കൂർ ബ്ലോക്ക് ചെയ്യുമ്പോൾ ജനങ്ങൾ ആകെ അസ്വസ്ഥരാണ്. അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ നിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സർവീസ് റോഡുകൾ സുഗമമാക്കിയതിനു ശേഷം ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഈ കഴിഞ്ഞ ദിവസം കളക്ടറും അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്ന് ഇവിടുന്ന് റിപ്പോർട്ട് തേടില്ല. ഇപ്പോൾ 8-ാം തീയതി നാളെ ഇത് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരികയാണ്. അപ്പോഴാണ് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരികയും പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോടതിയുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടല്ലോ. അങ്ങനെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടോ? അല്ല, ഇതേ ശരിക്കും പറഞ്ഞാൽ കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയെങ്കിലും ഒരു ആശ്വാസം ജനങ്ങൾക്കുണ്ടായത്. ഇത് 2023 ഫെബ്രുവരി മാസം 23-ാം തീയതി MLA സാന്നിധ്യത്തിൽ വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ ആദ്യം ഇവർ തുടക്കം തന്നെ ഈ ബാരിക്കേഡുകൾ അശാസ്ത്രീയമായിട്ട് വെക്കുക, ചെളി റോഡിലേക്ക് ഒഴുകിയ. അപ്പോൾ ജനങ്ങളൊന്നും ഇല്ല, കാരണം ജനങ്ങൾക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ പോകെ ഇവർ ഇതിന്റെ ദുരിതഫലങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പരാതി കൊടുക്കാനായിട്ട് തയ്യാറായത്. ആ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്കിൽ വെച്ച് സർവകക്ഷി യോഗം കൂടി. ആ സർവകക്ഷി യോഗ തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കിയില്ല. കളക്ടർ ഓഫീസിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ തീരുമാനം നടപ്പിലാക്കിയില്ല. പിന്നെ ഇവർ ആരെയാണ് ഭയക്കുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ, ഈ ജില്ലയുടെ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ വിളിച്ചുകൂടിയ യോഗത്തിന്റെ തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിൽ ഇവര് ഈ ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് മാറിയപ്പോഴാണ് ജനങ്ങൾ ഒന്നാകെ ഇളകാൻ തുടങ്ങിയത്. ഈ സമരം എന്ന് പറയുന്ന ചെല്ലാന മോഡൽ, കണ്ണമാലി മോഡൽ സമരത്തിലേക്ക് മാറും. ചിലപ്പോൾ വാഹനങ്ങൾ സ്തംഭിക്കും, മുഴുവൻ സ്ഥലങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ടായിരിക്കും സമരം വരാമാണ്. ജനങ്ങൾക്ക് ജീവിക്കണം ഇവിടെ കാണണം പോലും. ഇപ്പൊ രണ്ട് വൃദ്ധന്മാർ, കാരണം മക്കളില്ലാത്ത ജീവിക്കുന്ന ആൾക്കാർ 2 പേരുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് മേടിക്കേണ്ടേ വന്ന്. ദിനം മരുന്ന് മേടിച്ച് കഴിക്കുന്നവർക്ക് മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കിയിട്ട് ഇപ്പം 4-5 ദിവസമായി. മനസ്സിലായി, ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. കച്ചവടങ്ങൾ ഇവിടെ 150 കടകൾ അടച്ചു കഴിഞ്ഞ്, ആശുപത്രികൾ അടച്ച്. ഇത് നമ്മൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ സത്യത്തിൽ ആക്രമോത്സകരായിട്ട് മാറുന്ന സ്ഥിതിയിലേക്ക് മാറും. ഞങ്ങൾ ആ പാതയിലേക്ക് പോകുന്നില്ല. സമാധാനപരമായിട്ട് ഗാന്ധിയൻ മോഡൽ സമരത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വാഹനങ്ങൾ പോകുന്നത് ഞങ്ങൾ തടസ്സം ഉണ്ടാക്കില്ല. റോഡിന്റെ ഓരം ചേർന്നുകൊണ്ടാണ്. നിങ്ങൾ ബഹുമാനപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകർ ചന്ദ്രു ഗവൺമെന്റ് ഹൈസ്കൂളിൽ അവിടെ ചെന്ന് നോക്കണം. പുഴ പോലെയാണ് കിടക്കുന്നത്. ഒരു ബോട്ട് വേണം അവിടെ ഇപ്പോൾ പുറത്തേക്ക് കടക്കണമെങ്കിൽ. അത്തരത്തിൽ ദുഷ്കരമായ ഒരു സ്ഥിതിയിലേക്ക് ഈ നമ്മുടെ ദേശീയപാതയെ മാറ്റി തീർത്തിരിക്കുകയാണ് ഉയരപാത കരാർ. 3 ദിവസത്തേക്ക് അടച്ചിട്ടുകൊണ്ടുള്ളൊരു നിർമ്മാണം നടത്തിയിരുന്നില്ല. അല്ലെങ്കിൽ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല മഴ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ജനങ്ങളെ ശരിക്കും ബന്ദികളാക്കി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ ഈ പൊതുസമൂഹം, ഈ അരൂര് ചന്ദ്രനുള്ള ആൾക്കാർ ആരും പുറത്തേക്ക് പോയിട്ടില്ല. വിദ്യാർത്ഥികളടക്കം പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ പുറകെ നോക്കുകയാണെങ്കിൽ ഈ മെറ്റിലും കുറെ മട്ടി വിട്ടിട്ട് വെറുതെ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇതിരുന്ന് ഒരു 2 ദിവസം വേനൽ വന്നു കഴിഞ്ഞാൽ ഈ പൊടി കംപ്ലീറ്റ് അടിച്ചത് വീണ്ടും കുട്ടികൾ തിങ്കളാഴ്ച മുതൽ കുട്ടികൾ വരാൻ തുടങ്ങി. ഈ പൊടി കംപ്ലീറ്റ് അടിച്ച് കുഞ്ഞുങ്ങൾക്കും ജനങ്ങൾക്കെല്ലാം വീണ്ടും ദുരിതത്തിലേക്കേ പോവുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ തുറന്നു പറയാൻ പറ്റുള്ളൂ. ഇത് വിഡ്ഢികളാക്കാണ്ട് കുറെ മട്ടയും ചവറും മാത്രമായിട്ട് മൂടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അരൂരുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതും കുട്ടികൾക്ക് ബുദ്ധിമുട്ടേ വരുള്ളൂ. അസുഖങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ. ഞങ്ങൾ 2 മാസം ഇത് അനുഭവിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കച്ചവടം അടച്ചിട്ട് ഞങ്ങള്. കാരണം എന്താണ്, ഇവിടെ വരാൻ വഴിയില്ല. അങ്ങോട്ട് അങ്ങനെ കടകളിലേക്ക് കയറാൻ വഴിയില്ല. ഇവിടെ ഇത് ചൈന മതിൽ പോലെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഈ
10ാം വാർഡിലുള്ളവർക്ക് 15ാം വാർഡിലും വരാൻ പാടില്ല, 15ാം വാർഡിലുള്ളവർ 10ാം വാർഡിലും ചെല്ലാൻ പാടില്ല. ആ രീതിയിലുള്ള ബന്ധമാണ്. ഒരു നടക്കാൻ ഒരു റോഡ് ക്രോസ് ചെയ്ത് നടക്കണമല്ല, ഒരു 200 മീറ്ററിന്റെ ഉള്ളിലെങ്കിലും ഒരു പ്രാവശ്യം നടക്കണമല്ല, അതിനുപോലും ഇവിടെ സൗകര്യം തരുന്നില്ല. ഇവർ ഏകാധിപതി പോലെയാണ് ഇവർ കാണിക്കുന്നത്. അവർക്ക് എന്തും ചെയ്യാം. കാരണം എന്താ അറിയോ, അവർ കേന്ദ്രത്തിന്റെ കൈക്കാരന്മാരാണ് അവർ, ഈ എടുത്തേക്കുന്നവർ. അതുകൊണ്ടാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതാണ് അരൂരി, എരമുല്ലൂർ, ചന്ദ്രൂർ ഭാഗങ്ങളിലാണ് ഈ വേസ്റ്റ് ബോറിങ് ചെലവ് കാണിക്കുന്നത്. ചന്ദ്രൂർ ഭാഗത്തിന് 2 വാറുണ്ട്, ഇടയ്ക്ക് കാപ്പുണ്ട്. ഈ വണ്ടിയങ്ങാട് തുറന്നു കൂടിയാണ്. ഇപ്പം അവിടെ തിന്ന പോലെ അപ്പുറത്തേക്ക് പോയി വെള്ളം പോയില്ല. ഈ കമ്പിയിലെ വെള്ളം എല്ലാ വെള്ളം കെട്ടിക്കിടക്കി നിൽക്കാൻ നോക്കണില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാലത്തിന്റെ അടി ഉറച്ചു പോയി. 2 പാലമുണ്ട്, 2 പാലത്തിൽ ക്യാപ്പുണ്ട്. ക്യാപ്പങ്ങ് തുറന്നു നോക്കുക, ഉൾപ്പെടേണ്ടതില്ലേ? അത് കൊണ്ടുവന്നിട്ട് തോട്ടിലിറക്കിയാണ്. അവിടെ ജലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. വർഷങ്ങളായിട്ട് അവിടെ പ്രശ്നമുള്ളൊരു തോടാണത്, ആ മലിന തോടാണത്. അവിടെ ഇപ്പൊ ജലഗതാഗതം വരെ നിർന്നിരിക്കുകയാണ്, മൊത്തം മൂടിയിരിക്കുകയാണ്. ഇവര് 1.5 വർഷം ഈ പണി തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പം ജനങ്ങൾ ശക്തമായ ദുരിതത്തിൽ നിൽക്കണം. മനുഷ്യനൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമാർക്ക് റോഡിലിറങ്ങാൻ പറ്റുന്നില്ല. ഞാനിവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് കൊണ്ടിരിക്കുന്നവനാണ്. എനിക്ക് 1000 രൂപ ഇപ്പൊ കച്ചവടമില്ല, ഒരാളും വരുന്നില്ല. പലരും വന്നിട്ട് പലരും തീട്ടി വീഴണം. അവിടെ അത്ര കുളമായി കിടക്കുകയാണ്. അതുപോലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപദ്രവമാണിത്. നമ്മളാരും വികസനത്തിനെതിരല്ല, വികസനം വേണം, ഇത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. പക്ഷെ അത് ജനങ്ങളെ ഇത്തരം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് പാടില്ലല്ലോ. എവിടെയെല്ലാം ഈ എലിവേറ്റഡ് ഹൈവേയും ഫ്ലൈ ഓവറും മെട്രോ ഒക്കെ പണിത്, എറണാകുളത്ത് മെട്രോ പണിതല്ല, അവിടെ എല്ലാവരും പറഞ്ഞ എറണാകുളം നോർത്ത് ഓവർബ്രിഡ്ജ് പൊളിച്ചു പണിത് അവിടെ ഒരു മനുഷ്യനെ അറിഞ്ഞില്ല. പക്ഷെ ഇവിടെ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടാക്കി 5 പഞ്ചായത്തിലെ ജനങ്ങളായി ദുരിതാനുഭവിക്കുന്നത്. അരൂരും ചന്തൂരില്ല, ഉറവൂരും പോലെ അരൂരുമല്ല, 5 പഞ്ചായത്തിലെ ജനങ്ങളായി ദുരിതാനുഭവിക്കുക. അതുമാത്രമല്ല, കേരളത്തിന് തെക്കേറ്റത്തും വടക്കേറ്റത്തൊക്കെ ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ദുരിതാനുഭവിക്കുന്നത്. 4 കിലോമീറ്റർ പിന്നീട് 3.5 മണിക്കൂർ റോഡിൽ കിടക്കണം. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ വിലപ്പെട്ട സമയം റോഡിലാണ് പോകുന്നത്. അതൊക്കെ അവർക്ക് ഇപ്പം ജനങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ എന്തും നടക്കുമെന്നുള്ളൊരു ആശയോടെ അവര്. അത് ജനങ്ങൾ ഇന്ന് സമ്മതിക്കില്ലത്. ശക്തമായ സമര പരിപാടിയായിട്ട് ഞങ്ങൾ 10-ാം തീയതി മുന്നോട്ട് പോകും. ഇത് അടച്ചിട്ട് 5 ദിവസമാണിത്. പക്ഷേ ഈ ഭാഗം അടച്ചിട്ടുണ്ടല്ലോ, പാലമ്പലം അടച്ചിട്ട് 3 ആഴ്ചയിൽ കൂടുതലായി, 4 ആഴ്ച. എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇവിടെ വെള്ളം പോകുന്ന കാനയുടെ സൈഡിൽ ഇപ്പൊ ഫുട്പാത്ത് എന്ന് പറഞ്ഞ് കുറച്ച് മെറ്റലുണ്ടെന്ന് ഇട്ടിരിക്കുകയാണ്. ഇവിടെ എന്നാണ് ഇവിടെ കൂടി ആൾക്കാർ വീഴണം നോക്കിയാൽ മതി. കാരണം ഇവിടെ തീർച്ചയായിട്ടും 2 വീലർ എടുക്കുക സൈഡിൽ കൂടി, അത് വീഴുകയും ചെയ്യും. ഇത് കണ്ടു രസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ ഈ കാൽനടക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമില്ല. ആൾക്കാർ പാവപ്പെട്ട ഈ പ്രായമായവരൊക്കെ ഈ ചെളിയിലൊക്കെ വീഴുകയാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ. KSEBക്ക് അനാസ്ഥയുണ്ട്. ഈ റോഡ് സൈഡിലേക്ക് ട്രാൻസ്ഫോമർ, ഇരുമ്പ് പോസ്റ്റ് ഒന്നും അവർ മാറ്റിയിട്ടില്ല. അതൊക്കെ നേരത്തെ മാറ്റേണ്ടതായിരുന്നു, അതവർ മാറ്റിയിട്ടില്ല. 3-4 ദിവസമായിട്ട് ഇവിടെ അടച്ചിട്ടിരിക്കുന്നതിന്റെ തന്നെയാണ്. ഇപ്പൊ നോക്കിയിട്ട് ആ ചെയ്തേക്കാണ് കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നത്. പിള്ളേർ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ്. 2 പീരീഡ് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും ക്ലാസ്സിലെത്തുന്നത്. അപ്പൊ അറ്റൻഡൻസ് കിട്ടാറില്ല ഞങ്ങൾക്ക്. രാവിലെ പോകുമ്പോ താമസിച്ചില്ലെന്നുണ്ടല്ലേ? 2 പീരീഡ് കഴിയും എപ്പോഴും. ഇപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ പോണത്. വഴിയെ നടന്നൊക്കെ എങ്ങനെയാ പോകുന്നത്? കുണ്ടും കുഴിയല്ലേ, ചെളിയല്ലേ? വെള്ളത്തിൽ കൂടിയൊക്കെ പോകുമ്പോ തെറിക്കാറൊക്കെ ഉണ്ട്. അകത്തോട്ട് തെറിക്കും. ബഹുമാനപ്പെട്ട കളക്ടർ ഇന്നലെ ഇവിടെ സ്ഥലം സന്ദർശിച്ചു. ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, പത്രമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചാനലുകാരായ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യമായിട്ട് നടന്നിട്ടില്ല. ഇവിടെ വർക്കട മുഷ്ടിയാണ്. പോലീസുകാർ സ്ഥലത്ത് തുച്ഛമായ പോലീസുകാരെ അരൂർ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ആ പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇടാൻ പോലും കിട്ടാത്ത അവസ്ഥ. പക്ഷെ അവരെയും കൂടി വെച്ചുകൊണ്ട് മുതലെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. കാരണം ജനങ്ങൾ വളരെ ദുഃഖിതരാണ്. അവർക്ക് അരി മേടിക്കാൻ രക്ഷയില്ല, അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ രക്ഷയില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓടിയിട്ട് അവർക്ക് രക്ഷയില്ല. ഒരു മാർഗ്ഗമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇനിയുള്ള വർക്കുകൾ റോഡ് ഗതാഗതം അടച്ചുണ്ടായത് രാത്രി 6 മണിക്ക് ശേഷം മുതൽ രാവിലെ 6 മണി വരെ ആയിരിക്കണം ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഒരു കാരണവശാലും ഗതാഗത സ്തംഭനം ഉണ്ടാക്കരുത്. ഇതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരികൾ ഈ ഭാഗത്ത് കച്ചവടം ചെയ്യുന്ന ജനങ്ങളിലേക്ക് ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കണം. 1 വർഷത്തിന് മുകളിലേക്ക് കച്ചവടമില്ല. നേരെ നോക്കിയോ, ആ ഹോട്ടൽ പൂട്ടിയിട്ടേക്കണേ, 14ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യണേ. അതുപോലെ ഇവിടെ ഓരോ സ്ഥാപനങ്ങൾ, എല്ലാവർക്കും വ്യാപാരി ലോൺ ഉണ്ടാവും, മറ്റേ ബാങ്ക് ലോൺ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ട്. EMI കോവിഡിന്റെ സമയത്ത് പോലും അത് മൊറട്ടോറിയം ചെയ്ത്. ഇന്ന് അങ്ങനത്തെ ഒരു തീരുമാനം പോലും ഇല്ല. ഇവിടുത്തെ ജനങ്ങൾ അതിനെന്ത് ചെയ്യും? ഓരോരുത്തരും ലോൺ അടക്കാൻ പറ്റാതെ 150ഓളം സ്ഥാപനങ്ങൾ ഇവിടെ നിർത്തിപ്പോയി. 35ഓളം പേര് രക്തസാക്ഷികളായി. ഇതെല്ലാം കഴിഞ്ഞ് സഹി കെട്ടതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരും സമരത്തിന് ഇറങ്ങിയ. സമരത്തിന്റെ ഇടക്ക് ഓണത്തിന്റെ ഒക്കെ പൂട്ടുകച്ചവടം പോലെ മിനിഞ്ഞാന്ന് രാത്രി 2 മണിക്ക് അരൂർ ഗവൺമെന്റ് ആശുപത്രിന്റെ അവിടെ വന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോയ വെള്ളം തുറന്നു വിട്ടേക്കണേ. വീഡിയോ വിഷ്വൽസ് വേണേൽ തരാം. ഇന്നലെ രാത്രി 1 മണിയായപ്പോൾ ഈ
നമ്മുടെ കാരിക്കാത്തെന്ന് പറയും, പുള്ളമുക്ക് പ്രദേശത്ത് വന്നിട്ട് ഇതേപോലെ വെള്ളം തുറന്നു വിട്ടേക്കണേ. ഇവർ ഇവിടെ നിന്ന് നമ്മളെ കണ്ണി പൊടിയിടിക്കാൻ വേണ്ടി രാവിലെ സമയത്ത് വൈകി സമയത്തും വെള്ളം കൊണ്ടുപോയി മറ്റിടത്ത് തുറന്നു വിടും. ഒരു പ്രാവശ്യം ഞാൻ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും മറ്റേ ഇൻസൈഡൊക്കെ ചെയ്ത് 3-4 പേര് തല്ലാൻ പറഞ്ഞു. കാര്യം ഒറ്റക്ക് ഒരാൾക്ക് നേരിടാൻ പറ്റിയില്ല. അവര് പറയണം അവർ കേന്ദ്രത്തിന്റെ ആൾക്കാരാണ്, അവർക്ക് ഇതുണ്ട്. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ ആളെ കൂട്ടി ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞവർ ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. ഇതേപോലെ വളരെ പ്ലാൻഡ് ആയിട്ട് കളക്ടർ വന്ന ദിവസം ഇവിടെ ഫസ്റ്റ് ഇവിടെ കളക്ടർ വന്നപ്പോൾ ഓടി നടന്ന് ഇവർ പണിയെടുക്കണേണ്. റോഡിലെ വെള്ളം കളയണ്, മഴയത്താണ്. എന്നിട്ട് റോഡിലെ വെള്ളം കളയണ്, കുഴി തോണ്ടന്, റോഡ് ഇതാക്കണ്, ആരെ കണ്ണിപ്പൊടിയാണ്. അതിന് അമിക്കസ് ക്യൂരി വന്ന ദിവസം ഭയങ്കര പ്ലാൻഡാണ്. ഇതൊക്കെ ആരാണ് ഇവർക്ക് ചോർത്തി കൊടുക്കുന്ന അറിയാൻ പറ്റില്ല. വന്ന് ചെളി കോരുന്നു, ഇവിടുന്ന് ചെളി കോരി ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. അടുത്ത മഴയിൽ ആ ചെളി ഇങ്ങോട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ സത്താർ കിടക്കുന്ന നേതൃത്വത്തിൽ ഇവർ തടുത്ത് എന്താണ് ഇവിടുന്ന് ചെളി കോരിക്കൊണ്ടിരിക്കുക, ചെളി കോരി ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. ഈ ആൾക്കാർക്ക് ചോറിന ആൾക്കാരല്ലേ, ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, മഴയത്ത് അടുത്തത് ഇങ്ങോട്ട് വരണേ. ഇതൊക്കെ പറഞ്ഞ് പണിതെടുത്ത് അവരെന്തൊക്കെയോ വന്ന് ആരൊക്കെയോ വന്ന് കുറെ കാട്ടയം കാണിച്ചു പോയി. നമ്മളിത് കുറെ പ്രതീക്ഷിച്ച് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി അവർ ഇതിൽ വന്ന് അവർ കളക്ടറോട് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ ആദ്യം 3 ദിവസം അടച്ചിട്ട് ഇപ്പൊ 5 ദിവസം. ഈ 5 ദിവസം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 കിലോമീറ്റർ 13 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ത്രൂ ഔട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. ഈ കാണകളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാണ പണിത് ഈ വെള്ളങ്ങൾ പോകാനുള്ള കാര്യം. പണ്ട് മുതലേ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ വന്ന് ഇവരുടെ വെള്ളവും കൂടെ വന്നാൽ ഇത്രയും പൈൽ ചെയ്യുമ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ വെള്ളം ഉൾപ്പെടെയുള്ളതാണ്. ഇതൊന്നും ചെയ്യാതെ ഇതാക്കി ഇപ്പോഴും നമ്മളെ പന്നിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനി നടക്കൂല. പറഞ്ഞ പോലെ ബുധനാഴ്ചത്തെ സമരത്തിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. അരൂർ അമ്പലം മുതൽ തുറവൂര് വരെ ഇങ്ങനെ ഈ അരൂർ അമ്പലം മുതൽ തുറവൂരുകളെ ഇടയ്ക്കുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇവിടെ ഉള്ളവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല. സ്കൂളിലേക്ക് 7 ദിവസം അടച്ചിട്ടുണ്ട്. പിള്ളേരെ പഠിത്തം പോവുക, ഒന്ന് കടയിൽ പോകാൻ പറ്റില്ല. 150ഓളം സ്ഥാപനങ്ങൾ അടച്ച്, ഹോസ്പിറ്റലിൽ വരെ അടച്ച്, മെഡിക്കൽ ഷോപ്പിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ചെളിവെള്ളം ഈ ദുരിതമായിട്ട് നടന്ന് വേസ്റ്റ് വെള്ളം എല്ലാം ഒഴുക്കി മനുഷ്യൻ കാണുന്നട പോലും പറ്റുന്നില്ല. ഇവിടെ തൃച്ചാറ്റൂർ പിന്നെ അരുക്കുറ്റി മുതൽ നേരെ ഇങ്ങനെ വന്ന് തൈക്കാട്ടുശ്ശേരി വഴി കറങ്ങി വരണം. ഇവിടെ നിന്ന് നേരെ കുമ്പളങ്ങി വഴി തോപ്പുമോടി വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. ഈ ഇടയുടെ ആൾക്കാർ എന്ത് പിഴച്ച് ഇവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 10-ാം തീയതി അടുത്ത സമരം വരുന്നത് ഈ ഇവിടെ വരുന്ന പരിപാടികൾ നിർത്തിവെച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ പരിപാടി നിർത്തിവെച്ചിട്ടുള്ള ഭയങ്കര പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾ ഈ സമരസമിതി നീങ്ങുന്നത് എന്ന് ഇത്തന്നെ അറിയിക്കുന്നു. ജനങ്ങളുടെ കഷ്ടപ്പാട് പ്രയാസം അറിഞ്ഞുകൊണ്ട് ഈ സമരം ബുധനാഴ്ച ജനകീയ സമരം യാതൊരുവിധ മുൻകരുതലുകളും എടുക്കാതെ ഈ അശോക കൺസ്ട്രക്ഷൻ കമ്പനി ഇത്രയും വലിയൊരു 1600 കോടി രൂപയുടെ ബിഗ് ബഡ്ജറ്റ് ചെയ്യണം ഇവർ ആദ്യമായിട്ടാണ്. ഏതാണ്ട് MBBS ഡിഗ്രി എടുത്തു കഴിഞ്ഞ ഉടനെ ഓപ്പറേഷൻ ചെയ്യണ പോലെ ആ ഡോക്ടർക്ക് എന്തൊക്കെ പാഴ്ച വരും അതുപോലെ ഇവിടെ സംഭവിച്ചേക്കണത്. ഇവിടെയുള്ള വിഷമങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതല്ല ഇവിടെ വിഷയം. ഒരു മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെ ഒരു മനുഷ്യൻ എന്തൊക്കെ വികാരങ്ങൾ അനുഭവിക്കാവുന്നോ ആ വികാരങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് എന്റെ വണ്ടിയുടെ ചെയ്സ് ഒടിഞ്ഞിരിക്കുകയാണ്. ഇവർ ഈ റോഡ് പണിത് പോയി കഴിയുമ്പോൾ ഇത് ഓടിക്കാൻ വണ്ടി ഈ പ്രദേശം ഉണ്ടാവില്ല. ആ രീതിയിൽ വണ്ടി ആയാലും മനുഷ്യന്റെ സാമ്പത്തികമായിട്ട് ആകെ ആടി ഒലഞ്ഞ് ആകെ നാരായണക്കല്ലെടുത്തിരിക്കുകയാണ്. പറയുന്നത് എത്ര വാസ്തവമാണ് എന്ന് വ്യക്തമാണ്. നമുക്കറിയാം, ഈ പ്രേക്ഷകർ കരുതും എന്തിനാണ് ഇത്രയധികം ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ജനങ്ങളുടെ പ്രതികരണം എത്രയധികം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവരുടെ വികാരം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അവിടുത്തെ പ്രശ്നത്തിന്റെ ആഴം, അവിടുത്തെ കുഴിയുടെ ആഴം കണ്ടാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മനസ്സിലാകും ഈ വികാരം എത്രമാത്രം. ഇതൊന്നുമല്ല വേണ്ടിയിരുന്നത്. കാരണം അവരെ നടുവൊടിക്കുകയാണ്. ഈ റിപ്പോർട്ട് നൽകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് അരൂരിൽ നിന്ന് തത്സമയം പറയുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം, പ്രേക്ഷകർ ഓർക്കണം, ഇത് അരൂരിലെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ തുറവൂരിലെ മാത്രം പ്രശ്നമല്ല. അവിടെ ഒരു അരൂർ പഞ്ചായത്താണ്, അവിടുത്തെ മാത്രം പ്രശ്നമല്ല ഇത്. കാരണം ദേശീയപാത കടന്നു പോവുകയാണ്. എറണാകുളത്ത് നിന്ന് വൈറ്റിലയിൽ നിന്ന് വരുന്ന ബൈപ്പാസ് റോഡാണ് ഈ NH ഇതിലെ കടന്നു പോകുന്നത്. തിരുവനന്തപുരത്തേക്കും മറ്റും പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിലൂടെ കടന്നു പോകുന്നവർ ഇത്രയും കിലോമീറ്ററുകൾ, അതായത് അരൂർ മുതൽ തുറവൂർ വരെയാണ് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. ഇവിടെ മണിക്കൂറുകൾ എടുക്കും ഈ പാതയൊന്ന് കടന്നു പോകാൻ. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആളുടെ അവസ്ഥ, ആലപ്പുഴ വഴി പോകുന്ന ഒരാളുടെ അവസ്ഥ പറയാനേ കഴിയില്ല. പിന്നെ അവിടുത്തെ പ്രദേശവാസികളുടെ ദുരിതം. ഒരു കൊച്ചുകുട്ടി പറഞ്ഞത് എത്ര ശ്രദ്ധേയമാണ്. അവൻ ക്ലാസ്സിൽ പോകുന്നത് 2 പീരീഡ് കഴിഞ്ഞാണെന്ന്. അവിടെ എത്തുമ്പോൾ 2 പീരീഡ് കഴിയും. അതാണ് കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നം. അവന്റെ കുഞ്ഞുവായിൽ, അവന്റെ കുഞ്ഞുനാക്കിൽ അവൻ പറഞ്ഞത് ഇതാണ്. നമുക്ക് ലളിതമായി ചിന്തിക്കാം, ഇവരുടെ പ്രതിഷേധങ്ങളൊക്കെ വരട്ടെ, അതൊക്കെ കേൾക്കുന്നതിനൊപ്പം ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ 2 പീരീഡ് കഴിഞ്ഞേ എത്താൻ കഴിയുള്ളൂ. അതാണ് അവിടുത്തെ ദുരിതം.